ഹായ് ഞാൻ ദീപ. അപ്പം നമ്മുടെ അൺഫോൾഡിങ് മൈ മെമ്മറി സീരീസ് തുടരുവാണ്. അപ്പം നമ്മുടെ കല്യാണം കഴിഞ്ഞു, നമ്മൾ ആ വീട്ടിൽ തന്നെ താമസിക്കുകയാണ്. പിന്നെ ഒരു 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അവിടുന്ന് കഴക്കൂട്ടം അല്ലെങ്കിൽ ടെക്നോ പാർക്കിനടുത്തായിട്ട് ഒരു വീടെടുത്ത് താമസിച്ചു. അവിടെ നമ്മളൊരു കുറച്ച് നാളെ താമസിച്ചുള്ളൂ. അവിടെ നമ്മളിങ്ങനെ അത്യാവശ്യം ഞാൻ എല്ലാം മാനേജ് ചെയ്ത് വരുന്നു. പിന്നെ നമ്മുടെ ലൈഫ് വലിയ കുഴപ്പമില്ലാതെ പോകുന്ന വീക്കെൻഡ്സ് ആകുമ്പോഴത്തേക്കും ഞങ്ങൾ ഒന്നെങ്കിൽ അച്ഛച്ചിരി അമ്മച്ചിരി അങ്ങോട്ട് പോകും, അല്ലെ ബിജു നാട്ടിൽ പോകും, ചിലപ്പോൾ ബിജുവിനോട് ഞാനും നാട്ടിൽ പോകും. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെന്തുവാ, പിന്നെ ഒരു നോർമൽ എന്താണ് വീട്ടിലേക്ക് വേണ്ടുന്ന സാധനങ്ങളും എല്ലാം ഒരുവിധം എല്ലാം സെറ്റായി. പിന്നെ നമ്മൾ ആ വീട്ടിൽ വെച്ചിട്ട് നമ്മൾ കമ്പ്യൂട്ടറൊക്കെ വാങ്ങിച്ചു. അല്ല, കമ്പ്യൂട്ടർ അതിന് മുമ്പേ വാങ്ങിച്ചു തോന്നുന്നു. കമ്പ്യൂട്ടർ ടേബിൾ വാങ്ങിച്ചു. അങ്ങനെ എനിക്ക് അവിടത്തെ അങ്ങോട്ട് കൃത്യമായിട്ട് ഓർമ്മയില്ല, കാരണം അധികം നാൾ നമ്മൾ അവിടെ നിന്നില്ല. അപ്പം അങ്ങനെ നമ്മൾ അവിടുന്ന് ഓഫീസിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഒരു ദിവസം അമ്മച്ചി ഇങ്ങനെ വിളിക്കുകയാണ്, ദീപ അച്ചാച്ചിക്ക് വയ്യ, നീ ഒന്ന് വരണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ വയ്യ വരണം എന്ന് പറയുമ്പോൾ അത് കുറച്ച് സീരിയസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം അച്ചാച്ചിക്ക് അങ്ങനെ ഒരു ജലദോഷം വന്നപ്പോൾ അച്ചാച്ചി അവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ഒരാളല്ല. അച്ചാച്ചിക്ക് ഇങ്ങനെ ഓടി നടക്കുന്ന ഒരാളാണ്. അച്ചാച്ചിക്ക് ഞാൻ പറഞ്ഞല്ലോ, എത്ര അസുഖം വന്നാലും അച്ചാച്ചി രാവിലെ എണീറ്റ് കുളിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇത് എന്താന്ന് വെച്ചിട്ട് ഞാനും ബിജുവും കൂടെ, എനിക്ക് തോന്നുന്നു ഞങ്ങൾ അന്ന് കാർ മേടിച്ചു ഞങ്ങൾ. അതെ, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു സാൻഡ്രോ കാർ വാങ്ങിച്ചു. ഒത്തിരി ഡിസ്കഷനും ഒത്തിരി എന്താണ് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചും പറഞ്ഞും ഒക്കെ ഞങ്ങളൊരു കാർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനു മുമ്പേ ഞങ്ങൾക്ക് ഓടിക്കാൻ വേണ്ടിയിട്ട് അച്ചാച്ചി കല്യാണത്തിൻ്റെ സമയത്ത് ഒരു ഇൻഡിക്ക കാർ എടുത്ത്, ടാറ്റ ഇൻഡിക്കയുടെ ഒരു കാർ എടുത്ത്. പക്ഷേ നമ്മളത് യൂസ് ചെയ്തില്ല, അത് അച്ചാച്ചി തന്നെ യൂസ് ചെയ്തേ. എന്നിട്ട് അച്ചാച്ചി അംബാസഡർ കാർ വിൽക്കുകയും ചെയ്തായിരുന്നു. ആ വീട്ടിൽ വെച്ചിട്ട് തന്നെയല്ലേ? അല്ല, ആ വീട്ടിൽ വെച്ചല്ല അച്ചാച്ചി അംബാസഡർ കാർ വിൽക്കും. അത് കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. അല്ല, അത് കഴിഞ്ഞിട്ടാണ് അച്ചാച്ചി അംബാസഡർ കാർ വയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ അംബാസഡർ കാർ അവിടെ കിടപ്പുണ്ട്, ടാറ്റ ഇൻഡിക്ക അവിടെ കിടപ്പുണ്ട്. പിന്നെ അച്ചാച്ചിയുടെ ജോലി സ്ഥലത്തേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ജീപ്പ് വാങ്ങിച്ചു, മറ്റേ 4 വീലർ, ഈ കുന്നുമലയൊക്കെ കയറാൻ പറ്റുന്ന ടൈപ്പ് ഒരു ജീപ്പ് വാങ്ങിച്ചു. അപ്പോഴൊന്നും നമുക്ക് രണ്ടുപേർക്കും വണ്ടി ഓടിക്കാൻ അറിയത്തില്ല. ബിജുവിനാണെങ്കിലും വണ്ടി ലൈസൻസ് ഉണ്ട് ബിജുവിന്, പക്ഷെ കാർ ഓടിക്കാൻ അറിയത്തില്ലായിരുന്നു ബിജുവിന്. അപ്പോൾ അച്ചാച്ചി ഇങ്ങനെ നമ്മളവിടെ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെയാന്ന് തോന്നുന്നു, അച്ചാച്ചി ഇങ്ങനെ നമ്മളെ കൊണ്ട് ശംഖുമുഖത്തൊക്കെ പോയി വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കും. അപ്പോൾ അച്ചാച്ചിക്ക് അപ്പം എനിക്കും വണ്ടി ഓടിക്കണം, ബിജുവിനും വണ്ടി ഓടിക്കണം. പക്ഷെ എങ്ങനെയാണ്, ബിജുവിനോടാണ് അച്ചാച്ചിക്കൊരു ചായ്വ്. അപ്പം അതിൻ്റെ കുശുമ്പ് അങ്ങോട്ട് ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്ത്. അപ്പം ഞാൻ പറഞ്ഞു, അച്ചാച്ചിക്ക് എന്തോന്ന് എന്നെ പഠിപ്പിച്ചാൽ തന്നെ എനിക്കെന്താ എന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങ് ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു. അപ്പോഴാണ് എനിക്ക് അച്ചാച്ചി എന്നോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എനിക്ക് മനസ്സിലായത്. ഓഹോ, അപ്പം നമ്മളെ അത്രയ്ക്ക് വില വെക്കുന്നില്ല. മരുമോൻ വന്നപ്പം അപ്പം എനിക്ക് മരുമോനോട് കുശുമ്പ് മനസ്സിലായില്ലേ, ഭയങ്കര ദേഷ്യമായിരുന്നു എനിക്ക്. പിന്നെ ഞാൻ അംബാസഡർ കാറിലാണ് ഞങ്ങളെ വണ്ടി പഠിപ്പിച്ചത്. യെസ്, അംബാസഡർ കാറിലാണ് വണ്ടി പഠിപ്പിച്ചത്. അതിന് ശേഷം നമുക്ക് ഇൻഡിക്ക കാർ ഓടിക്കാൻ തരുമോ എന്തോ ചെയ്തു. പക്ഷെ നമുക്ക് രണ്ടുപേർക്കും ഇൻഡിക്ക കാർ വലിയ ബുദ്ധിമുട്ടായിരുന്നു. കാരണം അതിൻ്റെ ക്ലച്ച് ഉണ്ടല്ലോ, അത് കുറച്ച് പൊങ്ങിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ ഒരു കാലിങ്ങനെ പൊക്കി വെച്ചോണ്ടിരിക്കണം. അതെന്തോ പക്ഷെ അച്ചാച്ചിക്ക് അത് ഓക്കെ ആയിരുന്നേ. അപ്പം അതങ്ങനെ പോയി. അത് ഞാൻ ഡ്രൈവിങ്ങിൻ്റെ ഒരു സമയത്ത് പറയാം. പിന്നെ അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് താമസം മാറി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളൊരു കാറൊക്കെ എടുത്ത് ആ സമയത്താണ് ഇങ്ങനെ അമ്മച്ചി വിളിക്കുന്നത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഓടി ഇങ്ങനെ തിരിച്ചു വന്നു. അപ്പം നമ്മൾ രണ്ടുപേരും വരേണ്ട ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ രണ്ടുപേരും ഒരു ഉച്ച സമയത്താണ് നമ്മുടെ ഓഫീസിൽ നമ്മൾ കയറി. ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് അമ്മച്ചി വിളിക്കുന്നത്. അപ്പം ഞാനും ബിജുവിനെ വിളിച്ചു. ഞങ്ങൾ രണ്ടും 2 ഓഫീസിലാണ് നേരം. ബിജു കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് വേറെ ഓഫീസിലേക്ക് മാറി. അപ്പോൾ ഞങ്ങൾ ഓടി വന്നപ്പോഴത്തേക്കും അച്ചാച്ചി ഇങ്ങനെ ഉറങ്ങുവാണ്, ഉച്ച ഉറങ്ങുവാണ്. അപ്പം അമ്മച്ചി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ എന്തിനാണ്, അപ്പം അച്ചാച്ചിക്ക് പനിയാണ്, തലവേദനയാണെന്നുള്ളതാണ് അമ്മച്ചി പറഞ്ഞത്. അപ്പം ഞാൻ ചെന്നിട്ട് അച്ചാച്ചി എന്താണ് എന്ന് പറഞ്ഞപ്പം അച്ചാച്ചി ഇങ്ങനെ എണീറ്റിട്ട് എന്തോ പിച്ചും പെയ്യൊക്കെ പറയുക. അപ്പം ഞാൻ വെച്ചാൽ പനി വരുമ്പോൾ ഇങ്ങനെ പറയേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. അപ്പം അതെന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. അപ്പം എനിക്കത് നോർമൽ അല്ല. അപ്പം ബിജുവിന് പക്ഷേ അങ്ങനെ മനസ്സിലാവുന്നില്ല. കാരണം ബിജു ഇപ്പോൾ വന്നിട്ട് നമ്മുടെ ഫസ്റ്റ് ക്രിസ്മസ് പോലും ആയിട്ടില്ല. നമ്മുടെ കല്യാണം കഴിഞ്ഞ ആ ഒരു വർഷം തന്നെയാണ്. അപ്പം നമ്മുടെ ആദ്യത്തെ ക്രിസ്മസ് ആണ്, ഡിസംബർ മാസമാണ് ഇത് സംഭവിക്കുന്നത്, 2008. അപ്പം അച്ചാച്ചി ഇങ്ങനെ കംപ്ലീറ്റ് വേറെ എന്തൊക്കെയോ ഇങ്ങനെ കിടന്നിട്ട് എണീറ്റിട്ട് എന്തുകൊണ്ടൊക്കെയോ പറയുന്നു. അപ്പം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ചോദിക്കുന്ന അച്ചാച്ചിക്ക് മനസ്സിലാവുന്നില്ല. അച്ചാച്ചിക്ക് നമ്മൾ പറയുന്നതും നമ്മളെയൊക്കെ ഒരു വേറെ ആൾക്കാരെ നോക്കുന്നതാണ് അച്ചാച്ചി നോക്കുന്നത്. അപ്പം
ഇങ്ങനെ അച്ചാച്ചി ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ശരിയാവത്തില്ല, ഇതെന്താ പ്രശ്നമാണ്, നമുക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞ് ഞാനും ബിജുവും കൂടെ തൊട്ടടുത്ത് നമ്മൾ ഇവിടെ ആ ഹോസ്പിറ്റലിന്റെ പേര് ഞാൻ മറന്നുപോയി, നമ്മുടെ മെഡിക്കൽ കോളേജിന് താഴെ ഒരു ഹോസ്പിറ്റലുണ്ട്, ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ. അവിടെയാണ് നമ്മൾ എപ്പോഴും കൊണ്ടുവരാം. സ്ഥിരം എനിക്കും അച്ചാച്ചിക്കും ഒക്കെ അസുഖം വന്നാൽ ഞങ്ങൾ പോകുന്നൊരു സ്ഥിരം ഹോസ്പിറ്റലാണ്. അല്ലെ പിന്നെ ഇവിടെ പേട്ട ആനി നഴ്സിംഗ് ഹോമിൽ അവിടുത്തെ ഫിസിഷ്യനെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഇത് ഇച്ചിരി സീരിയസ് ആണെന്ന് വെച്ച് ഞങ്ങൾ അങ്ങോട്ട്, ഞങ്ങൾക്ക് അറിയാവുന്ന ആകെ ഉള്ളൊരു ഹോസ്പിറ്റൽ അതാ. അപ്പം മെഡിക്കൽ കോളേജിന്റെ ചാലക്കുടി റോഡോ അവിടെ ഒരു ഹോസ്പിറ്റലാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഡോക്ടർ പെട്ടെന്ന് തന്നെ അഡ്മിറ്റ് ചെയ്ത്, അച്ചാച്ചിക്ക് ഭയങ്കര പനി കൂടുതലാണ്, അഡ്മിറ്റ് ചെയ്തു. എന്നിട്ട് പിന്നെ ഷുഗർ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം 405 ഷുഗർ. അപ്പോൾ ഇവർ പറഞ്ഞു ഓക്കെ ഷുഗർ ലെവൽ കൂടുതലാണ്, നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുവാണ്, കിടത്തിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് അച്ചാച്ചിനെ അങ്ങനെ അഡ്മിറ്റ് ചെയ്തു. അന്ന് എനിക്ക് തോന്നുന്നു ആരോ നിന്നു, എനിക്ക് ബിജു നിന്നോ എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ പിറ്റേന്ന് ഞാൻ ഉച്ചയ്ക്കാണ് ഞാൻ നിൽക്കാനായിട്ട് ചെല്ലുന്നത്. അപ്പം ഓരോ ടേൺ അനുസരിച്ച് ആൾക്കാർ മാറുവാണല്ലോ. അപ്പോൾ പിറ്റേന്ന് ഉച്ചയ്ക്ക് ഞാൻ ചെന്നപ്പം അച്ചാച്ചി ഉറങ്ങുമായിരുന്നു, ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് നേരം കഴിഞ്ഞ് അച്ചാച്ചി എണീക്കുകയൊന്നും ചെയ്ത്, എണീറ്റിട്ട് എന്നെ ഒന്നും ഒരു പരിചയമില്ലാത്തതാണ് അച്ചാച്ചി ആക്ട് ചെയ്യുന്നത്. അതായത് ആക്റ്റീവ് അല്ല, അച്ചാച്ചി അങ്ങനെയാണ് പെരുമാറുന്നത്. ഇതാര് എന്നുള്ള മട്ടിലാണ് അച്ചാച്ചി. അപ്പം നമ്മളെന്തോ പറയുമ്പോഴാണെങ്കിലും അച്ചാച്ചി മൈൻഡ് ആക്കുന്നില്ല. നമ്മൾ നമ്മുടെ അടുത്തൊരു നേഴ്സ് വന്ന് കഴിഞ്ഞ് അവിടെ നിന്ന് എന്തെങ്കിലും സംസാരിച്ച് നമ്മൾ ഒട്ടും മൈൻഡ് ആക്കാത്ത കണക്കത്തെ ഒരു പെരുമാറ്റം എന്നോട്. അപ്പം എനിക്കത് എന്താണ്. അപ്പം ഞാൻ അന്നേരം ബിജു ഉണ്ടോ എനിക്കറിയത്തില്ല, അന്ന് എനിക്ക് ഓർമ്മയില്ല. അന്ന് എനിക്ക് ആകെ ഓർമ്മയുള്ളത് നമ്മുടെ പ്രെയർ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ഒരു ഡോക്ടറുണ്ട്, ജോസ് ഡോക്ടർ എന്ന് പറയും. മെഡിക്കൽ കോളേജിലാണ്, ഓർത്തോയിലാണ് പുള്ളി, ലെക്ചറുമാണ്, അവിടെ പ്രാക്ടീസും ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പം പുള്ളിയും പുള്ളിയുടെ ചേട്ടനും കൂടെ കാണാൻ വന്നു. കാരണം അവരുടെ അമ്മയല്ലേ, അവരുടെ അമ്മ മരിച്ചിട്ടുണ്ടായിരുന്നു തലയാഴ്ച. അപ്പം അതിൻ്റെ പ്രാർത്ഥനയ്ക്കും പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തിക്കാനും ഒക്കെ ആയിട്ട് അച്ചാച്ചി കുറേ അവരുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ ഓടി നടന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇരുന്നത്. അപ്പം അതിനൊരു താങ്ക് യു പറയാൻ വേണ്ടിയിട്ട് അവർ വന്ന് വീട്ടിൽ വന്ന് അന്വേഷിച്ചപ്പോഴാണ് ഓക്കെ അച്ചാച്ചി ഹോസ്പിറ്റലാണെന്ന് കണ്ടേച്ച് അവർ ഹോസ്പിറ്റലിൽ അച്ചാച്ചിനെ കാണാൻ വരുമോ. അപ്പം കാണാൻ വന്ന ഡോക്ടറും ഇവർ രണ്ടുപേരും ഇവിടെ ഇരിക്കുന്നു, ഡോക്ടറും ഡോക്ടറിന്റെ ചേട്ടനും അവിടെ ഇരിക്കുന്നു, ഞാൻ ഓപ്പോസിറ്റ് ഇരിക്കുന്നു. അച്ചാച്ചി എണീറ്റിട്ട് അച്ചാച്ചി വേറെ എന്തൊക്കെ പറയുന്നത്, അച്ചാച്ചിക്ക് ഇവരെ മനസ്സിലായിട്ടില്ല. അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു അതെ ഇത് എന്തോ പ്രശ്നമാണ്, ഇത് ശരിയല്ല, വെച്ചോണ്ടിരിക്കണം, നിങ്ങൾ ഇത് മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ എനിക്കൊന്ന് ഞാനും ബിജുവും ഡോക്ടറും ഉണ്ട്, ഞങ്ങൾ പോയി ഇവിടുത്തെ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടറിനോട് ചോദിച്ചപ്പം അങ്ങേര് ചൂടാവാൻ തുടങ്ങി. അതെന്തോ ഞങ്ങൾ നോക്കുന്നുണ്ട്, നിങ്ങൾ കൂടുതൽ ഒന്നും പറയണ്ട. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും, എനിക്കറിയാമല്ലോ എൻ്റെ അച്ചാച്ചി എങ്ങനെയാണ് ഇങ്ങോട്ട് ബിഹേവ് ചെയ്യുന്നത്. ഇതിപ്പം നമ്മളെ കണ്ടിട്ട് മനസ്സിലാക്കാത്ത രീതിയിൽ ഉണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, ഒന്നെങ്കിൽ നിങ്ങളത് നോക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇത് ഡിസ്ചാർജ് തരിക. ഞങ്ങൾക്കൊന്നും അറിയേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾ ഇനി ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോയി എന്തെങ്കിലും പറ്റിയാൽ ഞങ്ങളൊന്നും ഉത്തരവാദി. ഞാൻ പറഞ്ഞാൽ ഉത്തരവാദി ഒന്നും ആവണ്ട, ഇങ്ങോട്ട് ഡിസ്ചാർജ് തരാൻ പറഞ്ഞാൽ മതി. അങ്ങനെ അവിടെ നിന്ന് അടി വെച്ചിട്ട് പെട്ടെന്ന് എനിക്ക് തോന്നുന്നു അന്നേരം മറ്റേ എൻ്റെ ബ്രദർ, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കല്യാണത്തിന് കാറൊക്കെ റെഡിയാക്കി തന്ന കസിൻ ബ്രദർ, അതായത് ഞാൻ ഏത് കമ്പനിയിലാണോ വർക്ക് ചെയ്യുന്നത് അവിടുത്തെ ഡയറക്ടർ, പുള്ളി വരുവാണ്. എന്താ കാര്യം, കാരണം അന്ന് ഞാൻ പോയിട്ടില്ല, അന്ന് ഞാൻ ഓഫീസിൽ ലീവാ. അപ്പോൾ എന്താ കാര്യം എന്നൊക്കെ ചോദിച്ച് പുള്ളി വരുന്ന സമയത്താണ് ഇവിടെ അടി നടക്കുന്നത്, ഡോക്ടറുമായിട്ട് അടി നടക്കുന്നതൊക്കെ. അപ്പോൾ പുള്ളി പെട്ടെന്ന് പുള്ളിയുടെ കാറിൽ, അന്നേരം എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല, ബിജു അവിടെ ഇല്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്, അതോ ബിജു വീട്ടിലോട്ടെങ്ങാണ്ട് പോയ സമയം കണ്ട. അപ്പം പുള്ളി വരുന്നു, അച്ചാച്ചിനെ കയറ്റുന്നു, ഞങ്ങൾ നേരെ ഇവിടെ മെഡിക്കൽ കോളേജിൽ പോകുന്നു. മെഡിക്കൽ കോളേജിൽ ചെന്ന് ആദ്യം തന്നെ നമ്മളെ കാഷ്വാലിറ്റിയിലോട്ടാണ് കയറ്റുന്നത്. അപ്പം അതാണ് ഒരു ഭയങ്കരമായ ഒരു സ്ഥലമാണ് ഈ മെഡിക്കൽ കോളേജ്. നമ്മൾ ഒരിക്കലെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് ജീവിച്ചിരിക്കുന്നതെന്ന് വരെയുള്ള ഒരു അർത്ഥം നമ്മൾ അതുപോലത്തെ ഒരു അവസ്ഥയാണ്. എനിക്ക് പറയാൻ പറ്റത്തില്ല, ഇപ്പം പറയുമ്പോൾ തന്നെ കരച്ചിൽ വരിക. അപ്പം അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും അച്ചാച്ചിനെ ഒരു വീൽ ചെയറിലോട്ട് കയറ്റി, എന്നിട്ട് അവിടുന്ന് ECG എടുക്കൂ, ഇവിടുന്ന് എന്തുകൊണ്ടൊക്കെ എടുക്കൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഓടിക്കുന്നുണ്ട്. അപ്പം ഡോക്ടർ ഇല്ല നമ്മുടെ കൂടെ, നമ്മളെ ഇങ്ങോട്ട് റെഫർ ചെയ്ത നമ്മുടെ പരിചയക്കാരനായ ഡോക്ടർ ആ സമയത്തില്ല. പുള്ളി കുറച്ച് നേരം കഴിഞ്ഞിട്ട് ആ ഒരു ഇച്ചിരി നേരം കൊണ്ട് തന്നെ മറ്റേ സ്വർഗം കണ്ടു എന്ന് വേണം പറയാൻ. അങ്ങോട്ട് ഓടിക്കുന്നു ഇങ്ങോട്ട് ഓടിക്കുന്നു. നമ്മളെ ഒന്നും മെഡിക്കൽ കോളേജിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും ഒരു അല്ലെങ്കിൽ ജീവന് വിലയുണ്ടോ, അല്ലെങ്കിൽ ഇതൊക്കെ മനുഷ്യർ തന്നെയാണോ, ഇത് മൃഗങ്ങളോടാണോ ഇങ്ങനെ പെരുമാറുന്നത് എന്ന് തോന്നിപ്പോകുന്നൊരവസ്ഥയായിരുന്നു കേട്ടോ അത്. അപ്പം ഞാനൊക്കെ എനിക്കൊക്കെ കരച്ചിൽ വരുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ആകെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ടുള്ളൂ, നമുക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നമ്മൾ അങ്ങനെ പോയിട്ടില്ല. കാരണം നമ്മുടെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് ഓക്കെ ഇതാണ് ഹോസ്പിറ്റൽ എന്നുള്ളതാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ്. അന്നേരമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓക്കെ നമ്മളൊക്കെ ഭയങ്കര പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടാണ് നമ്മളൊരു കാര്യം ചെയ്യുന്നത് കൂടെ. അപ്പം
അപ്പൊ സാധാരണക്കാരായ ആൾക്കാർ ഈ ഒരു മെഡിക്കൽ കോളേജിൽ വന്നിട്ട് കിടന്ന് അനുഭവിക്കുന്ന ഒരു അനുഭവം നമ്മൾ ആ ഒരു 5 മിനിറ്റിനകത്ത് നമ്മളോടൊക്കെയുള്ള പെരുമാറ്റം കാണുമ്പോൾ തന്നെ നമ്മൾ എന്തോ ചെയ്ത് ആ ഒരു അവസ്ഥയാണ്. അത് ECG എടുക്കുന്നു, വേറെ ഒന്നൊക്കെ എടുക്കുന്നു. അച്ചാച്ചി ഇതിനൊന്നും സമ്മതിക്കുന്നില്ല. അച്ചാച്ചി ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് ഇങ്ങനെ ഇരിക്കാം. അപ്പോൾ അപ്പോഴത്തേക്ക് എനിക്കൊന്ന് കണ്ടീഷൻ ആകെ വേഴ്സ് ആയി. അച്ചാച്ചി കംപ്ലീറ്റ് ബ്ലാങ്ക് ആയി. നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കാൻ പറഞ്ഞാൽ പോലും അച്ചാച്ചി ഇങ്ങനെ കൈയും കെട്ടി ഇങ്ങനെ നോക്കിയിരിക്കും, എന്താ ഇങ്ങനെയൊക്കെയാണ്. അപ്പം നമ്മളങ്ങനെ എന്താ പറയണ്ടേ, ആകെ വല്ലാണ്ടായി. അപ്പോഴത്തേക്കും നമ്മുടെ ജോസ് ഡോക്ടർ വന്ന് പുള്ളി പെട്ടെന്ന് തന്നെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചെയ്ത് ഞങ്ങളെ പെട്ടെന്ന് തന്നെ ആദ്യം ഞങ്ങളെ മറ്റേ ജനറൽ വാർഡല്ലേ എല്ലാവരും കിടക്കുന്ന അതിലേക്ക് ജനറൽ വാർഡിലേക്ക് കൊണ്ടുപോയി അവിടെ നമുക്കൊരു കട്ടിൽ റെഡിയാക്കി തന്നു. ഈ ജനറൽ വാർഡിൽ ഒരു കട്ടിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഭയങ്കര സംഭവമാണെന്നുള്ളത് അന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പം നമ്മൾ അച്ചാച്ചി കിടക്കുന്ന കട്ടിലെ മാത്രമേ വേറെ ആരും വന്ന് കിടക്കാതിരുന്നിട്ടുള്ളൂ. ബാക്കിയുള്ള കട്ടിലൊക്കെ ആരെങ്കിലും കിടക്കുന്നു, ആരെങ്കിലും പോയാൽ വേറെ ആരെങ്കിലും വന്ന് കിടക്കുന്നു. ഒരു കട്ടിലെ തന്നെ 2-3 പേര് കിടക്കുന്നു. അപ്പൊ നമ്മുടെ ഈ കട്ടിലെ മാത്രമാണ് അച്ചാച്ചിക്ക് മാത്രമാണ് ഇച്ചിരി ഒരു പ്രിവിലേജ് ഉണ്ടായിരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അത് ജോസ് ഡോക്ടറിന്റെ ഒരു റെക്കമെൻഡേഷൻ കാരണം മാത്രം. എന്നിട്ട് പോലും ഇടയ്ക്ക് ആരോണ്ടോ വന്നിരിക്കുവോ എന്തോ ചെയ്തായിരുന്നു. നമ്മളൊന്നും പറഞ്ഞില്ല, കാരണം നമുക്കറിയത്തില്ല ഇവിടുത്തെ രീതികളൊന്നും. അപ്പൊ ഞാനും ബിജുവും ഈ ജോണി എന്ന് പറയുന്ന എൻ്റെ കസിൻ ബ്രദറും പിന്നെ ഞങ്ങൾ ഇത്രയും പേരേ ഉള്ളൂ. അമ്മച്ചീനെയും ദീപുവിനെയും ദീപ്തി എന്ന് കോളേജിലോട്ട് കയറിയുള്ളതെന്ന് തോന്നുന്നു. ദീപു സ്കൂളിൽ പഠിക്കുവാണ്. അപ്പൊ അമ്മച്ചീനെ ഇതൊന്നും കാണിക്കാൻ, അമ്മച്ചി ഇത് കണ്ടിട്ടില്ല. അമ്മച്ചി ഇങ്ങനെ അച്ചാച്ചി ഇങ്ങനെ എന്താ ഏതാന്നൊക്കെ ചോദിക്കുന്നൊന്നും അമ്മച്ചി കണ്ടിട്ടില്ല. അമ്മച്ചിനെ ആദ്യത്തെ എനിക്ക് തോന്നുന്നു 3 ദിവസത്തേക്ക് നമ്മൾ മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുവന്നിട്ടേ ഇല്ല. കാരണം ഭയങ്കര അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കരഞ്ഞു. അപ്പം അച്ചാച്ചിനെ അവിടെ കൊണ്ടുവന്ന് കിടത്തുന്നു. ഞങ്ങൾ 2 പേരും ഇരിക്കണം. അപ്പൊ ആരെങ്കിലും ഒരാൾ ഇരുന്നാൽ മതി, മറ്റേ ആൾക്ക് പോകാം. കാരണം രാത്രിയായി, അപ്പത്തേക്ക് രാത്രിയായി. അപ്പൊ ഞാനിങ്ങനെ എന്നാ കഞ്ഞി മേടിച്ച് കൊടുത്തേച്ച് വരാം എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ കഞ്ഞിയുടെ പാത്രം മേടിക്കാൻ ഓടുന്നു. പിന്നെ അപ്പുറത്തെ ഏതോ ഒരു കടയിൽ പോയിട്ട് കഞ്ഞി മേടിക്കുന്നു. അവിടെയൊക്കെ കഞ്ഞിയൊക്കെ കിട്ടുന്ന കടകളുണ്ടല്ലോ, അവിടെ പോയി കഞ്ഞി മേടിക്കുന്നു. ഇതിനെല്ലാം കസിൻ ബ്രദർ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ പുള്ളി എന്നെ എല്ലാത്തിനും കൊണ്ടുപോയി ഞാൻ അവിടെ കൊണ്ട് കൊടുത്തു. എന്നിട്ട് അന്ന് ഏതോ ഒരു ഡോക്ടർ വന്നിട്ട് ഇങ്ങനെ ചോദിക്കുവാണ്, എക്സാമിൻ ചെയ്യുവാണ്. അച്ചാച്ചിനെ എണീപ്പിച്ചിരുത്തിയിട്ട് ചോദിച്ചു. അന്നേരം ഞാൻ മാത്രമേ അവിടെ നിൽപ്പുള്ളൂ. ബിജു പുറത്ത് വേറെ എന്തോ ആവശ്യത്തിന് പോയാൽ. അപ്പം ബിജു ഉണ്ട്. ഞങ്ങളിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാനും ബിജു നിൽക്കുന്നു. ഞാനിവിടെ നിൽക്കുമ്പോൾ അച്ചാച്ചിയോട് ഡോക്ടർ ചോദിക്കുവാണ്, ഓക്കെ ഇതാരാണ്, ഞാൻ ആരാണെന്നാണ് ചോദിക്കുന്നത്. അപ്പം അച്ചാച്ചി പറയാം, ഇതൊരു ലേഡി മോളാണ് എന്ന് അച്ചാച്ചിക്ക് അറിയത്തില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ചോദിച്ചു, ബിജുവിനെ കാണിച്ചു പറഞ്ഞു ഇതാരാന്ന് ചോദിച്ചു. അപ്പം അച്ചാച്ചി പറഞ്ഞു, ഇത് ഈ ലേഡിയുടെ ഉടമസ്ഥനാണ്, ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നും. അപ്പം അച്ചാച്ചിക്ക് എവിടെയോ എന്തോ കണക്ഷൻ ഉണ്ട്, പക്ഷെ പറയാൻ പറ്റുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല, പറയുന്നതിൽ കണക്ഷൻ ഇല്ല. അപ്പം എന്തോ സീരിയസ് സംഭവമാണ്, പക്ഷെ എന്താണെന്ന് ആർക്കും അറിയത്തില്ല. അപ്പൊ അന്നേരം എന്തോ മെനിഞ്ചൈറ്റിസ് ആണെന്നുള്ള രീതിയിലാണ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത്. അച്ചാച്ചി രാത്രി കിടക്കുന്നു. അച്ചാച്ചിക്ക് ട്രിപ്പോ എന്തൊക്കെ മരുന്നൊക്കെ കയറ്റുന്നുണ്ട്. അച്ചാച്ചിക്ക് ഓർമ്മയും ബോധമൊന്നുമില്ല. അച്ചാച്ചി എന്താ ചെയ്യുന്നത്? അപ്പൊ ബിജു ആണ് സൈഡിൽ ഇരിക്കുന്നത്. ആദ്യത്തെ ദിവസമാണെന്ന് തോന്നുന്നു. അച്ചാച്ചി ഇതെല്ലാം വലിച്ചു പറിച്ച് കളഞ്ഞ് കംപ്ലീറ്റ് ബ്ലഡ്, മുണ്ടയിലെല്ലാം ബ്ലഡ്, മുണ്ടും ഷർട്ടുമാണ് ഇട്ടേക്കുന്നത്. ഇതെല്ലാം വലിച്ചു പറിച്ച് കളഞ്ഞ് അച്ചാച്ചി ഇറങ്ങി അങ്ങ് പോയി. അപ്പൊ നമ്മളിത് എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ. ബിജു ആണ് പറഞ്ഞത്. കുറെ പോയി കഴിഞ്ഞിട്ട് പിന്നെ ബിജു പുറകെ ഓടി വിളിച്ചിട്ടൊന്നും നിൽക്കുന്നില്ല. അതായത് നമ്മൾ ആരാന്ന് അറിയത്തില്ലല്ലോ, പിന്നെ വിളിച്ചിട്ട് എന്തിനു നിൽക്കണം. അങ്ങനെ അച്ചാച്ചി ഓടിക്കളഞ്ഞ്. പിന്നെ അച്ചാച്ചീനെ നമുക്ക് കെട്ടിയിടാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പൊ പിന്നെ നമ്മൾ എല്ലാ ദിവസവും നമ്മളും കൂടെ അച്ചാച്ചിയുടെ കയ്യെ പിടിച്ചോണ്ടിരിക്കണം നമ്മൾ രാത്രി ഉറങ്ങാൻ നേരത്ത്. അങ്ങനെ ആയിരുന്നു. ബിജു ആണ് രാത്രി നിന്നോണ്ടിരുന്നത്. എന്നിട്ട് രാവിലെ ആകുമ്പോഴത്തേക്ക് ഞാൻ വരും. പിന്നെ ആയപ്പോഴത്തേക്കും ആദ്യത്തെ 3 ദിവസം ഭയങ്കര പാടായിരുന്നു. കാരണം നമുക്ക് മാറാൻ പറ്റത്തില്ല, അച്ചാച്ചിയുടെ അടുത്ത് നിന്ന് മാറാൻ പറ്റത്തില്ല. ആരെങ്കിലും ഒരാൾ അച്ചാച്ചിയുടെ അടുത്ത് ഇരിക്കണം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റേ, ECG, ബ്ലഡ് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ അടുത്തടുത്തൊന്നും അല്ല. നമ്മൾ അച്ചാച്ചീനെയും തള്ളിക്കൊണ്ട് കുറെ ദൂരം പോകുന്നു. ECGയുടെ അവിടെ ചെന്നിട്ട് കുറെ നേരം വെയിറ്റ് ചെയ്യുന്നു. മറ്റേ CT സ്കാനിന്റെ അവിടെ പോകുന്നു. CT സ്കാനിന്റെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കംപ്ലൈന്റ് ആണ്. മെഡിക്കൽ കോളേജിലെ കംപ്ലൈന്റ് ആണ്. ചുമ്മാ പറയുന്ന ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് ചുമ്മാ പറയുന്നതാ, ഇത് പൈസ അടിക്കാനുള്ള പരിപാടിയാന്ന് പറയുന്നു. അപ്പം CT സ്കാനിന് അവിടെ ഉള്ള റേറ്റിന്റെ ഇരട്ടിയാണ് നമുക്ക് പുറത്ത് പോകേണ്ടത്. പിന്നെ നമ്മൾ ആംബുലൻസിൽ കയറ്റി നമ്മൾ പുറത്ത് പ്രൈവറ്റ് CT സ്കാൻ സെന്ററിൽ പോകുന്നു. അവിടെ ചെന്ന് CT എടുക്കുന്നു. അന്ന് മറ്റേ CT എന്ന് പറയുമ്പം ആ വട്ടത്തിനകത്തോട്ടൊന്നും കയറുന്നതിനൊന്നും അച്ചാച്ചിക്ക് ഒരു പ്രശ്നമില്ല. അച്ചാച്ചി ബഹളമൊന്നും വെച്ചൊന്നുമില്ല. സാധാരണ ആൾക്കാർ ബഹളം വെക്കുമല്ലോ.
അപ്പൊ ആ ചാച്ചി വളരെ കൂളായിട്ട് കയറി. എന്ന് വെച്ചാൽ ചാച്ചിക്ക് ബോധമില്ല എന്താ സംഭവിക്കുന്നതെന്ന് പോലും. ചാച്ചി അവിടെ കിടന്നു സംഭവമൊക്കെ സൗണ്ട് ഒന്നും കേട്ടിട്ടൊന്നും ഒരു പ്രശ്നമില്ല. അത് കൃന്നൊരു സൗണ്ട് ഉണ്ടല്ലോ നമ്മൾ ആ CT സ്കാനിനകത്ത് കയറി കഴിയുമ്പോഴത്തേക്കും. എനിക്കൊക്കെ ഏറ്റവും പ്രയാസമുള്ളൊരു സാധനം. എനിക്ക് ഒരു 2-3 തവണ എടുത്തിട്ടുണ്ട്. അപ്പോഴൊക്കെ ആദ്യത്തെ തവണ കുഴപ്പമില്ലായിരുന്നെങ്കിലും രണ്ടാമത്തെ തവണ ഈ സൗണ്ടും ഇതെല്ലാം കൂടെ കേൾക്കുമ്പോൾ എനിക്കങ്ങനെ പിന്നെ മുകളിലോട്ട് നോക്കുമ്പോൾ നമുക്ക് എണീക്കാൻ പറ്റത്തില്ല, ആ ഒരു അവസ്ഥയാണല്ലോ. പക്ഷെ ആ ചാച്ചി വളരെ കാമായിട്ടാണ് കയറിയത്. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് കൊണ്ടുവന്നു. പിന്നെ അതിന്റെ റേറ്റ് നമുക്ക് കുറച്ചൊന്ന് ഇളവ് ചെയ്തു തരുന്നു, ഡോക്ടറിനെ പോയി കണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ ഈ ഓട്ടമായിരുന്നു. ആദ്യത്തെ ഒരു 3 ദിവസം മൊത്തം ഓട്ടമായിരുന്നു. അച്ചാച്ചിക്ക് കംപ്ലീറ്റ് അച്ചാച്ചി നമ്മളെ മറന്ന്. പിന്നെ എന്തൊക്കെയോ മരുന്നൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാന്ന് തോന്നുന്നു കുറേശ്ശെ എങ്കിലും നമ്മളെ മനസ്സിലായി. പക്ഷെ നമ്മുടെ ഒന്നും പേരൊന്നും പറയാൻ പറ്റത്തില്ല. കുറേയൊക്കെ ആളെ മനസ്സിലായി. പിന്നെ അവിടെ എനിക്ക് ഓർമ്മയുള്ളത്, നമ്മൾ ഫുഡ് വീട്ടിൽ നിന്ന് കൊണ്ടുവരും. വീട്ടിൽ നിന്ന് ഫുഡ് ആദ്യമൊക്കെ അമ്മച്ചി വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവരും. അമ്മച്ചിക്കും വരണമെന്ന് പറയുമ്പോൾ ഞാൻ പറയും അമ്മച്ചി വരണ്ട, അവിടെ അമ്മച്ചിക്ക് വന്നാൽ കാണാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. അവിടെ അച്ചാച്ചിനെ മാത്രമല്ല കാണാൻ പറ്റാത്തത്, നമുക്കവിടെ ജനറൽ വാർഡിൽ ഫുഡ് കഴിക്കാനായിട്ട് ഒരു ഏരിയ ഉണ്ട്. അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്ന ആൾക്കാരെ സമ്മതിച്ചു കൊടുക്കണം. ഞാൻ അവിടെ നിന്ന് 2 ദിവസം ഫുഡ് കഴിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഒരു സൈഡിൽ ഇങ്ങനെ ഷർദിലും ഒരു സൈഡിൽ ഫുഡിന്റെ വേസ്റ്റും, പിന്നെ ഒന്ന് വെച്ച് കഴിക്കാൻ പോലും പറ്റത്തില്ലാത്ത ഒരവസ്ഥയിലുള്ളൊരു ഇത്. കൈ കഴുകാൻ പറ്റത്തില്ല, കൈ കഴുകാൻ്റെ അവിടെ മൊത്തം അങ്ങ് ഒരു വല്ലാത്ത അവസ്ഥയാണ്. പക്ഷെ വേറെ ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് ഫുഡ് ഞാൻ അവിടുന്ന് കഴിച്ചു, അച്ചാച്ചിക്ക് കൊടുത്തു. പിന്നെ അത് ഇൻ ടേൺ ബിജു കഴിക്കുന്നു. പിന്നെ അവസാനം നമ്മൾ പുറത്തുനിന്ന് ഫുഡ് മേടിക്കാൻ തുടങ്ങി. കാരണം ഇത് ശരിയാവില്ല, നമുക്ക് ഇവിടുന്ന് മേടിക്കുന്നതിനേക്കാളും നമ്മൾ എന്നിട്ട് ബിജു, എനിക്ക് ഓർമ്മയുണ്ട്, ബിജു പ്രാവശ്യം ബിജുവിന് സായി കേട്ടിട്ട് ബിജു ബിരിയാണി അങ്ങോട്ട് മേടിച്ച് വെച്ച് പുറത്ത് പോയിട്ട്, അതായത് കോമ്പൗണ്ടിന് വെളിയിലല്ല, പുറത്തായിട്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെ വേറെ ബിൽഡിങ്ങിന് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇടവഴി ഉണ്ടല്ലോ, അവിടെ പോയിട്ട് ഒരു തറയിൽ പോയിരുന്ന് കഴിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്, സ്റ്റെപ്പിന്റെ അവിടെ ആയിട്ട്. അപ്പോൾ പിന്നെ ഉള്ളത്, നമ്മൾ അച്ചാച്ചിനെയും കൊണ്ടിങ്ങനെ പല സ്ഥലത്ത് പോയി, ഇപ്പൊ ബ്ലഡ് ടെസ്റ്റിന്റെ ആയാലും അല്ലെങ്കിൽ എന്തെങ്കിലും റിസൾട്ട് മേടിക്കാനാണെങ്കിലും അച്ചാച്ചിനെ ടെസ്റ്റിന് കൊണ്ടുപോകാനാണെങ്കിലും വീൽ ചെയറിൽ തള്ളിക്കൊണ്ട് പോകുമ്പോൾ ആദ്യം ഒരു അറ്റൻഡർ കാണും, പിന്നെ അറ്റൻഡർ കാണില്ല, പൊയ്ക്കോളാൻ പറയും നമ്മുടെ അടുത്ത്. അപ്പൊ ഞാനൊരു ഫയലും പിടിച്ച് അച്ചാച്ചിന്റെ മേത്ത് ഫയലും വെച്ചിട്ട് ഞാൻ അച്ചാച്ചിനെ തള്ളിയിട്ട്, ഈ വീൽ ചെയർ ഉണ്ടോ തള്ളി നീക്കാൻ പറ്റുന്നത്, കാരണം അച്ചാച്ചിക്ക് നല്ല വണ്ണം, തള്ളി പോക്കാനൊന്നും ചിലടത്ത് കയറ്റമൊക്കെയാ. അങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഈ പോകുന്ന ഇടവഴിയുടെ 2 സൈഡിലും ആൾക്കാർ കിടക്കുവാണ്. അപ്പൊ നമ്മൾ നടക്കുമ്പം ഇവരൊന്നും ചവിട്ടാതെ നടക്കണം. അവരുടെയൊക്കെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കണം. അവർക്ക് അങ്ങനെ കിടക്കാൻ പോലും സ്ഥലമില്ലാത്ത ആൾക്കാര്. നമ്മുടെ ആ ജനറൽ വാർഡിലാണെങ്കിൽ പോലും നമ്മൾ കിടക്കുന്ന ബെഡിന്റെ താഴെയൊക്കെ ആയിട്ട് ഒത്തിരി പേര് കിടപ്പുണ്ട്. ബൈസ്റ്റാൻഡേഴ്സും കിടപ്പുണ്ട്, അല്ലാതെ രോഗികളും കിടപ്പുണ്ട്. രോഗികളെ ഒരു ബെഡിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തലവെച്ച് കിടക്കും ആൾക്കാര്. അപ്പൊ അതൊക്കെ ഒരു അനുഭവമായിരുന്നു. പിന്നെ ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പേ വാർഡ്, അത് അവിടെ ഭയങ്കര പാടാണ് പേ വാർഡ് കിട്ടാൻ. ഡോക്ടറിന്റെ ഒരു റെക്കമെൻഡേഷൻ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് പേ വാർഡ് കിട്ടി. അത് 2 സ്ഥലം, രണ്ടിടത്ത് 2 പ്രാവശ്യം പോവോ, അതായത് 2 റൂമോ, എനിക്ക് ഓർമ്മയില്ല. 2 റൂമിലായിട്ട് എനിക്ക് താമസിച്ചോടെ ഓർമ്മയുണ്ട്. ഓക്കെ. അപ്പം പിന്നെ ഈ ഓട്ടമാണ്, മരുന്ന് മേടിക്കാൻ ഓട്ടം. അതായത് ഡോക്ടർ ഒരു മരുന്ന് കുറിച്ച് തരും. പിന്നെ നമ്മളിങ്ങനെ ഒത്തിരി ദൂരെ മാറിയിട്ടാണ് മരുന്ന് മേടിക്കുന്ന സ്ഥലം. അവിടെ പോയിട്ട് ക്യൂ നിൽക്കണം, ടോക്കൺ എടുക്കണം, ആദ്യം മരുന്ന് കൊടുക്കണം, പിന്നെ പൈസ എടുക്കണം, പിന്നെ സാധനം മേടിക്കണം. അങ്ങനെ ഓട്ടം എന്ന് പറഞ്ഞാൽ ചില്ലറ ഓട്ടം ഒന്നും അല്ല. ഞാനും ബിജു ആയിരുന്നു ഓടിക്കൊണ്ടിരുന്നത്. അതൊരു ഭയങ്കര അനുഭവം തന്നെ ആയിരുന്നു. പിന്നെ ആൾക്കാർ കാണാൻ വരുന്നവരൊന്നും അച്ചാച്ചിക്ക് ഒരു മൈൻഡും ഇല്ല, അച്ചാച്ചിക്ക് അറിയത്തുമില്ല. പിന്നെ അന്നേരത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ചാച്ചിയുടെ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണേ. പാരലി ഒരു 2-3 പണി നടപ്പുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ഇത് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അമ്മച്ചിയൊക്കെ അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്കറിഞ്ഞൂടാ അതുകൊണ്ടാണോ വന്നോന്നൊന്നും. അമ്മച്ചി പറഞ്ഞുകൊണ്ടിരുന്ന അച്ചാച്ചി ഭയങ്കര ടെൻഷനിലായിരുന്നു. അച്ചാച്ചി അവിടെ ഏതൊരു പള്ളിപ്പുറം ആ ഏരിയയിലൊരു എനിക്കൊന്ന് കേന്ദ്രീയ വിദ്യാലയമാണെന്ന് തോന്നുന്നു, കേന്ദ്രീയ വിദ്യാലയ, അതിന്റെ ഒരു റീറ്റെയിനിങ് വാൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ വാൾ ചെയ്തതിന്റെ എന്തോ ഒരു പ്രശ്നം, അത് എഞ്ചിനീയർ എത്രയോ പൊക്കി ചെയ്യാൻ അങ്ങോട്ട് പറഞ്ഞു. ഒരു ലെവലിൽ വിട്ട് നമുക്ക് റീറ്റെയിനിങ് വാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണ് മറ്റേ എന്താ പറയുന്നത്, ഈ മതിലിടിഞ്ഞു പോകാതിരിക്കാൻ നമ്മളൊരു വാള് കിട്ടല്ലോ, അതാണ്. അപ്പൊ അതിന് മതിലല്ല, മണ്ണിടിഞ്ഞു പോകാതിരിക്കാൻ. അതായത് നമ്മൾ വലിയ ഗ്രൗണ്ടൊക്കെ വന്ന് ഇങ്ങനെ കുത്തനെയുള്ള ഗ്രൗണ്ടിന്റെ ഒക്കെ അറ്റത്തൂടെ നമുക്കൊരു വാള് കിട്ടുമല്ലോ. ആ വാള് കെട്ടുന്നതിന് ഒരു മിനിമം ഹൈറ്റ് കണ്ടുണ്ട്. ആ മിനിമം ഹൈറ്റ് കഴിഞ്ഞും നമ്മൾ പൊക്കി കെട്ടി കഴിഞ്ഞാൽ ഈ വാൾ മറിഞ്ഞു പോകും. കാരണം അതിന് ഇതില്ല, അതിന്റെ ഒരു പ്രൊപ്പോർഷൻ ഉണ്ട്. അപ്പം ഇത് കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ കരിങ്കല്ല് വെച്ചിട്ടാണ് കെട്ടുന്നത്. താഴെയൊക്കെ കരിങ്കല്ല് വന്നിട്ട് മുകളിലോട്ട് കയറി കഴിയുമ്പോഴാണ് നമ്മൾ ഇഷ്ടിക വെച്ചിട്ട് കെട്ടുന്നത്. അപ്പൊ ആ ഒരു താഴത്തെ ഭാഗം ഇത്രയും കെട്ടി പാറക്കല്ല്
വെച്ച് കെട്ടിയെല്ലാം കഴിഞ്ഞ് ഇതിങ്ങനെ മള്ളോട്ട് കെട്ടും തോറും, അതായത് മള്ളോട്ട് കെട്ടിയേച്ച് പിന്നെ മണ്ണിട്ട് മൂടി നിരപ്പാക്കുക, അങ്ങനെ എന്തോ ചെയ്യും. അപ്പം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കെട്ടുന്ന വാളിന്റെ അതിന്റെ പ്രൊപ്പോർഷൻ കറക്റ്റ് അല്ല, ഇത്ര പൊക്കത്തിലല്ല എങ്കിൽ, അല്ലെങ്കിൽ പൊക്കം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ മണ്ണ് തള്ളും, ഈ വാളിനെ തള്ളിയിട്ട് വാളങ്ങ് മറിഞ്ഞു വീഴും. അപ്പൊ ഇതിപ്പോ എഞ്ചിനീയർ പറഞ്ഞതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാനൊക്കത്തുള്ളൂ. അപ്പൊ അച്ചാച്ചി പറഞ്ഞത് പൊങ്ങി പോകത്തില്ല, തള്ളി പോകത്തില്ല, പ്രശ്നം ആകത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴും എഞ്ചിനീയർ ഓക്കെ, അന്ന് എഞ്ചിനീയേഴ്സൊക്കെ ആയിട്ട് പ്രശ്നം നടക്കുക. അന്നെങ്ങാണ്ട് ഈ എഞ്ചിനീയർ പറഞ്ഞനുസരിച്ച് ഇത് പൊക്കം കൂട്ടി ചെയ്യുകയും ചെയ്തു, ഇത് തള്ളി താഴെ പോവുകയും ചെയ്തു. മതിൽ മറിഞ്ഞു വീണു. മതിൽ മറിഞ്ഞു വീണിട്ട് ഈ പാറക്കല്ലെല്ലാം പോയി മറിഞ്ഞ് മണ്ണിന്റെ പുറത്തൂടെ വീണ് നമുക്ക് പിന്നെ അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മളിത് വീണ്ടും നമ്മൾ കെട്ടിക്കൊടുക്കണം, പക്ഷെ നമുക്ക് പൈസ ഒന്നും കിട്ടത്തില്ല, കാരണം നമ്മുടെ ഫോൾട്ടായി, മനസ്സിലായില്ലേ? അപ്പൊ അതിന് എത്രയോ ലക്ഷത്തിന്റെ ഒരു പ്രശ്നം ആ സമയത്ത് നടക്കുകയാണ്. അപ്പൊ അത് പോയതും അതിന്റെ എക്സ്പ്ലനേഷനും ഒക്കെ ആയിട്ട് അച്ചാച്ചി ഇങ്ങനെ ഓടി നടക്കുന്ന ഒരു സമയമായിരുന്നു അത്. അപ്പൊ അമ്മച്ചി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, മേ ബി അതൊരു റീസൺ ആവാം, അല്ലാതെ വേറെ പല സ്ഥലത്തും പലയിടത്തും പല കാര്യങ്ങൾ ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പം ഈ സമയത്ത് ഇപ്പൊ അച്ചാച്ചിക്ക് വയ്യ, അതായത് ഒരു കോൺട്രാക്ടർക്ക് വയ്യ, അല്ലെങ്കിൽ കോൺട്രാക്ടർ മരണപ്പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം അത് നമ്മൾ ഇത്രയും നാള് ആ ഒരു വർക്ക്, ഇപ്പൊ നമ്മുടെ ഒരു പാരലി നമ്മൾ 2-3 വർക്ക് നടക്കുന്ന പറഞ്ഞില്ലേ, ആ അത്രയും വർക്കിന് നമ്മളിപ്പോ എത്ര പൈസ ഇറക്കിയിട്ടുണ്ടോ അതെല്ലാം അങ്ങോട്ടും മറ്റേ കുഴിച്ചു മൂടുന്ന വെള്ളത്തിൽ മൂടുന്ന അവസ്ഥയിൽ കംപ്ലീറ്റ് ആ പണി അവിടെ നിർത്തിയേച്ച് വേറെ ടെൻഡർ വിളിച്ച് വേറെ കോൺട്രാക്ടർക്ക് കൊടുക്കും. അപ്പൊ അത് നമുക്കൊരു പേടിയായി, കാരണം അച്ചാച്ചി ഇപ്പം ലൈഫ് ഓർ ഡെത്തിന്റെ ഇടയ്ക്ക് നിൽക്കുവാണ്. ഇപ്പം ഇങ്ങോട്ട് തിരിച്ചു വരുമോന്നോ തിരിച്ച് അങ്ങോട്ട് പോകുമെന്നോ ഒന്നും നമുക്കറിയത്തില്ല. പക്ഷെ നമുക്കിത് മേളിലോട്ട് പറയാൻ വയ്യ, നമുക്കിത് പോയിട്ട് അതോറിറ്റീസിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പോ ഒന്നും നോക്കത്തില്ല, കണ്ണുടച്ച് ഇതങ്ങോട്ട് കംപ്ലീറ്റ് ഇതാക്കി കളയും. അപ്പൊ എന്ത് ചെയ്തു, ഏതാണ്ട് ഒരു 1-2 ആഴ്ചത്തേക്ക് നമ്മൾ അച്ചാച്ചിക്ക് വയ്യ എന്ന് പറഞ്ഞ് ഫോൺ വിളി വന്നു കഴിഞ്ഞാൽ ഞാൻ ഹാൻഡിൽ ചെയ്തോണ്ടിരുന്ന അച്ചാച്ചിക്ക് വയ്യ, അല്ല അച്ചാച്ചി പുറത്തോട്ട് പോയി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഉഴപ്പി നമ്മൾ കുറെ നാള് കൊണ്ട് നടന്ന് ആ സൂപ്പർവൈസറിന്റെ കഥയൊക്കെ ഞാൻ പിന്നെ പറയാം. ഒരു സൂപ്പർവൈസർ ഉണ്ടായിരുന്നു, പുള്ളിയാണ് ഇതെല്ലാം നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ പുള്ളിയെടുത്ത് ഞാനിങ്ങനെ പറഞ്ഞു, അച്ചാച്ചിയുടെ കണ്ടീഷൻ വളരെ മോശമാണ്, അപ്പം നിങ്ങളിത് ഹാൻഡിൽ ചെയ്യുക, കാരണം അച്ചാച്ചിനെക്കാളും കൂടുതൽ പുള്ളി തന്നെയാണ് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു നിങ്ങളിത് ഹാൻഡിൽ ചെയ്യുക. അപ്പൊ പുള്ളിക്ക് ഞാൻ പറഞ്ഞ ഉടനെ തന്നെ പുള്ളി കംപ്ലീറ്റ് ഇങ്ങോട്ട് ഇത്ര പൈസ അവിടെ വേണം, അത്ര പൈസ ഇവിടെ വേണം. അപ്പൊ എന്റെ കയ്യിലാണെങ്കിൽ ഒന്നുമില്ല, മനസ്സിലായില്ലേ? അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ അച്ചാച്ചിക്ക് വയ്യാണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ 1 മാസം ഞാൻ ലീവ് എടുത്തു. 1 മാസം ഞാൻ ബ്രദറിന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഇറങ്ങണം, കാരണം എന്തെങ്കിലുമൊക്കെ പരിപാടി നടത്തണമെങ്കിൽ ഞാൻ ഇറങ്ങേണ്ടി വരും, സോ എനിക്ക് ഓഫീസിൽ വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ 1 മാസം ലീവ് എടുത്തു. അച്ചാച്ചിയുടെ കേസ് ഇവിടെ പകുതി നടക്കുവാണേ. അതിന്റെ പാരലി ഞാൻ പോയിട്ട് എനിക്കിപ്പോൾ ആകെപ്പാട് അറിയാൻ പറ്റുന്നത് എൻ്റെ കയ്യിലൊരു 2 പവന്റെ വളയുണ്ടായിരുന്നു. അപ്പൊ ആ വള അങ്ങോട്ട് കൊടുത്തു. അന്ന് എനിക്ക് തോന്നുന്നു പവൻ 20 അങ്ങനെ കണ്ടല്ലേ, 2 പവന്റെ വളയാണോ, എന്തായാലും ഞാനൊരു എത്ര രൂപ ഞാൻ അന്നേരം എടുത്തു, കാരണം അച്ചാച്ചിയുടെ ഇവിടുത്തെ കാര്യത്തിനും വേണം, പിന്നെ അല്ലാണ്ടുള്ള കാര്യങ്ങൾക്കും ഒക്കെ കൂടെ വള ആണ് അന്ന് ഞാൻ പോയി പണയം വെച്ചെന്ന് തോന്നുന്നു. മുത്തൂറ്റിലാണ് പോയി പണയം വെക്കുന്നത്. അന്നേരമാണ് എനിക്ക് മനസ്സിലായി. അപ്പൊ എനിക്ക് അന്നേരമാണ് മനസ്സിലായി. അതിന് മുന്നേ എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ഡിയോ 2ാമത്തെ വണ്ടി വാങ്ങിക്കാനായിട്ട്, അല്ല അതിന് ശേഷം, ശരിയാ അതതിന് ശേഷം. അപ്പൊ ഞാൻ പോയിട്ട് മുത്തൂറ്റി പോയി പണയം വെക്കുമ്പോഴാണ് നോക്കുമ്പോൾ ചെല്ലുമ്പോൾ ഉറയ്ക്കുന്നു, അപ്പൊ തന്നെ പൈസ തരുന്നു, എന്ത് എളുപ്പമല്ലേ. പക്ഷെ അതിന് പിറ്റേ മാസം തൊട്ട് പലിശ കൊടുക്കണമായിരുന്നു. അപ്പം എന്തായാലും അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 2ാമത്തെ ആഴ്ച കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ചാച്ചിക്ക് ആകെപ്പാട് അറിയാവുന്ന ഒരു കാര്യം, അച്ചാച്ചിയുടെ പേര് പോലും അച്ചാച്ചി മറന്നുപോയി, പക്ഷെ അച്ചാച്ചിക്ക് ഒപ്പിടാൻ അറിയാം. അതൊരു ഭയങ്കര സംഭവമായിരുന്നു. അതായത് നമ്മൾ ചുമ്മാ എന്തോ വായിക്കാൻ എന്തോ കൊടുത്തപ്പോഴത്തേക്ക് അച്ചാച്ചി ഇങ്ങനെ പേര് ഇങ്ങനെ എഴുതുന്ന കണ്ടപ്പോൾ നമ്മളിങ്ങനെ ഒപ്പിടുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഒപ്പിട്ട് കാണിച്ച്, ഞാൻ അച്ചാച്ചിയുടെ ഒപ്പ് ഞാൻ ഇടും. അപ്പൊ ഞാൻ അതിങ്ങനെ ഇട്ട് കാണിച്ചപ്പോഴത്തേക്ക് അച്ചാച്ചി അതുപോലെ ഒരു ഒപ്പിട്ട് കാണിച്ചു. അങ്ങനെ എന്തോ നമുക്ക് മനസ്സിലാവും അച്ചാച്ചിക്ക് ഒപ്പിടാൻ പറ്റുമെന്ന്. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ വീട്ടിൽ പോയി അച്ചാച്ചിയുടെ ചെക്ക് ബുക്ക് എടുത്തുകൊണ്ട് വന്ന് അച്ചാച്ചിനെ നിരത്തി പിടിച്ച് 2-3 ചെക്ക് ലീഫിൽ ഒപ്പിടിപ്പിച്ചു. എന്നിട്ട് ഞാൻ തന്നെ പോയി അച്ചാച്ചിയുടെ അക്കൗണ്ടിലുണ്ടായിരുന്ന കംപ്ലീറ്റ് സാധനവും വലിച്ച്. ഒന്നും ഇല്ലായിരുന്നു, പക്ഷെ ഞാൻ ചെന്നിട്ട് ആദ്യം വലിക്കുന്ന ഇങ്ങനെ 80,000 രൂപ കണ്ട വലിക്കുന്നത്. അന്നേരം SBI കാരൻ എന്നെ ഒരു നോട്ടം, ഇവളാള് ശരിയല്ലല്ലോ. അപ്പൊ ഒരു ക്യാഷ് ചെക്കാണ്. അപ്പോൾ ഞാനിങ്ങനെ ഫുൾ എടുത്തിട്ട് ഞാനിങ്ങനെ വന്നിട്ട് എനിക്കിനി ബാക്കി കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എനിക്കിനി പോയിട്ട് ഈ സൂപ്പർവൈസറിന് പൈസ കൊടുക്കാനുണ്ട്. അപ്പൊ ഞാൻ അവിടെ പോയിട്ട് ഞാൻ ചോദിക്കുന്നുണ്ട് എന്താ ഇത് ചെയ്യേണ്ടത്. അത് നിങ്ങളൊന്നും അറിയണ്ട, പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് പുള്ളി വാങ്ങിച്ചിട്ട് പുള്ളി തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാളുമായിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. ഈ പുള്ളിനെ പറ്റി ഞാൻ വീണ്ടും ഒരു കഥ പറയാം. ഈ പുള്ളിയാണ് ഏറ്റവും വലിയ കള്ളനുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് അന്ന് വേറെ ഒരു രക്ഷയില്ലായിരുന്നു. ഞാൻ പൈസ കൊടുത്തേച്ച് വന്നു. പിന്നെ ഒരുവിധം പണികളൊക്കെ ഇങ്ങനെ പുള്ളി തന്നെ മാനേജ് ചെയ്തു.
അപ്പൊ ഒരു എനിക്ക് തോന്നുന്നു 2-3 ആഴ്ചത്തേക്ക് ഞാൻ പിടിച്ചിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എഞ്ചിനീയേഴ്സ് വന്നു. ആ സമയത്തേക്ക് അച്ചാച്ചിക്ക് പയ്യെ കാര്യങ്ങളൊക്കെ തിരിച്ച് ഓർമ്മയെന്നുള്ളതല്ല, പറയാനൊക്കെ പറ്റി, ആൾക്കാരെയൊക്കെ മനസ്സിലാക്കാറായി. പക്ഷെ അച്ചാച്ചിക്ക് പറയാൻ പറ്റുന്നില്ല. അച്ചാച്ചിക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ആദ്യം മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞിട്ടാണ് ചികിത്സ തുടങ്ങിയതും. പിന്നീട് ഒരു ന്യൂറോടെ ഒരു ഡോക്ടർ വന്ന് കാര്യം കറക്റ്റ് കണ്ടുപിടിച്ച് ഹെർപ്പസ് എൻസെഫലൈറ്റിസ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് വന്നത്. അത് ബ്രെയിനിലെ ഒരു സെറ്റ് ഓഫ് സെൽസ് അങ്ങ് പോയി. ഈ ഷുഗർ കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും ബ്രെയിനിലെ ഒരു സെറ്റ് ഓഫ് ഇതങ്ങ് ഡാമേജ് ആയി. അപ്പൊ ഡാമേജ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും സ്പീച്ചിന്റെ ഏരിയയിലും ഈ എക്സ്പ്രസ് ചെയ്യുന്ന അങ്ങനത്തെ കുറെ ബിഹേവിയറൽ ആയിട്ടുള്ള കുറെ ഏരിയാസ് ആണ് പോയത്. അപ്പം കംപ്ലീറ്റ് ആള് വേറൊരു മനുഷ്യനായി. കംപ്ലീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചാച്ചിക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരാൻ തുടങ്ങി. പക്ഷെ ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ പറയാനാണെങ്കിലും എക്സ്പ്രസ് ചെയ്യാനാണെങ്കിലും ബുദ്ധിമുട്ടാണ്. അപ്പം ഈ ഡോക്ടറാണ് വന്നിട്ട് നമുക്ക് പറയുന്നത്, നിങ്ങൾ ഇനിയിപ്പം ഒന്നേന്നൊരു കൊച്ചു കുഞ്ഞിനെ പഠിപ്പിക്കുന്നതാണൊക്കെ കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടി വരും. നമുക്ക് ബാലരമയൊക്കെ വീട്ടിൽ വരുന്നത് നല്ലതാ, ബാലരമ അക്ഷരങ്ങളൊക്കെ പഠിക്കാനായിട്ട്. അതുപോലെ കൊച്ചു പിള്ളേർ വീട്ടിലുണ്ടെങ്കിൽ നല്ലതാ, കുറച്ചും കൂടെ ആള് പെട്ടെന്ന് റിക്കവർ ആവും. പിന്നെ പയ്യെ ബിഹേവിയറൽ കുറെ മരുന്നുകളും കുറെ സാധനങ്ങളൊക്കെ കൊടുത്ത് ഒരു വിധത്തിലൊക്കെ നമ്മളൊരു 20 ദിവസത്തോളം 22 ദിവസത്തോളം നമ്മൾ മെഡിക്കൽ കോളേജിൽ തന്നെയായിരുന്നു. അച്ചാച്ചിക്ക് നടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. പയ്യെ നടത്തിച്ച് തുടങ്ങി. പിന്നെ നമ്മൾ വീട്ടിൽ വന്നു. സമയമുണ്ടോ നോക്കാനും അതിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ എനിക്കറിയത്തില്ല അത് അടുക്കി പെറുക്കിയാണോ ഞാൻ പറയുന്നത് എന്നുള്ളത്. അവിടെ എന്തായാലും ഒരു നരകം ആയിരുന്നു മെഡിക്കൽ കോളേജ്. പിന്നെ പയ്യെ അച്ചാച്ചി വീട്ടിൽ വരുന്നു. പിന്നെ അച്ചാച്ചിക്ക് ഇൻസുലിൻ കുത്തിവെക്കുന്ന പരിപാടിയൊക്കെ ആദ്യമൊക്കെ ഞാനാ ചെയ്തുകൊണ്ടിരുന്നത്. മറ്റേ ഇങ്ങനെ സ്കിൻ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഇൻസുലിൻ സൂചി കുത്തിവെക്കുമല്ലോ, അത് എത്ര എടുക്കണോ, പിന്നെ ബാക്കിയുള്ളത് ഫ്രിഡ്ജ് വെക്കുന്നു, അമ്മച്ചീനെ പറഞ്ഞു കൊടുക്കുന്നു. അപ്പത്തേക്ക് എന്ത് ചെയ്ത് അച്ചാച്ചിനെ വീട്ടിൽ കൊണ്ടുവരുന്നതിന്റെ പാരലി തന്നെ നമ്മൾ സജിച്ചേട്ടന്റെ വീട് വിട്ട്, കഴക്കൂട്ടത്തെ വീട് വിട്ട് കംപ്ലീറ്റ് സാധനം കെട്ടിപ്പെറുക്കി നമ്മൾ തിരിച്ചു വന്നു. കാരണം നമ്മൾ വേണം ഇവിടെ വീട്ടിലെ കാര്യങ്ങൾ നടക്കണം. അമ്മച്ചിക്ക് ഒന്ന് പുറത്തു പോയി ഒരു പാല് മേടിക്കാൻ പോലും അറിയാത്തൊരു ആളാണ് അമ്മച്ചി. ദീപും ദീപ്തിയും പഠിച്ചുകൊണ്ടിരിക്കുവാണ്. അന്നേരം ദീപ്തിക്ക് 2 വീലർ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവക്ക് വണ്ടി ഓടിക്കാൻ അറിയാമായിരുന്നോ? അവള് വണ്ടി പഠിച്ചോണ്ടിരിക്കുകയാണ്, അവള് 2 വീലർ പഠിച്ചോണ്ടിരിക്കുകയാണ്. പ്ലസ് അപ്പൊ ഇവളുടെ പക്ഷെ എന്നിട്ട് ഇവള് കാറ് പഠിക്കാൻ പോയി. അന്നേരം എനിക്ക് കാറ് ഓടിക്കാൻ അറിയത്തില്ല. അപ്പൊ ഇവള് കാർ പഠിക്കാൻ പോയി എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കും അത് അത്യാവശ്യമായിട്ട് തീർന്നു കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ബിജുവിൻ്റെ അടുത്ത് പറയാൻ തുടങ്ങി, എനിക്ക് കാർ പഠിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെ കുറേശ്ശായിട്ട് ഞാനും കാറിലേക്ക് കടക്കുവാണ്. പക്ഷെ അന്നൊന്നും പഠിച്ചു തുടങ്ങിയില്ല. അപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്, അന്നത്തെ ഒരു ദിവസം ബിജു വീട്ടിലില്ല, ബിജു ഓഫീസിൽ പോയി. അപ്പൊ ബിജു ബൈക്ക് എടുത്തിട്ടാണ് ബിജു ഓഫീസിൽ പോയത്. വീട്ടിൽ കാർ കിടപ്പുണ്ട്. അല്ലല്ല, ബിജുവിന്റെ കാർ എടുത്തിട്ട് ഓഫീസിൽ പോയി. യെസ്, ബിജു വീട്ടില് അച്ചാച്ചിയുടെ ഇൻഡിക്ക കാർ കിടപ്പുണ്ട്. അപ്പൊ നമ്മുടെ ആ കല്യാണം നടന്ന ആ വീട്ടിൽ തന്നെയാണ്. അപ്പൊ അച്ചാച്ചിക്ക് വയ്യ, അച്ചാച്ചിയുടെ ഓർമ്മയെല്ലാം പോയി അച്ചാച്ചി വീട്ടിൽ ഇരിക്കുവാണ്. അപ്പൊ ഞാനും അച്ചാച്ചിയുടെ കൂടെ വീട്ടിൽ ഇരിപ്പുണ്ട്. ഇടയ്ക്ക് മറ്റേ സൂപ്പർവൈസേഴ്സിനെ ഒക്കെ കാണാൻ വന്നിട്ട് ഞാൻ ഉച്ച സമയത്ത് വീട്ടിൽ ഇരിക്കുകയാണ്. അപ്പൊ എനിക്കൊരാഗ്രഹം, ബിജുവിനെ മാത്രമേ പഠിക്കുന്നുള്ളൂ, എനിക്ക് പഠിക്കാൻ അറിയത്തില്ലെന്നാണോ? എനിക്ക് എന്റെ ബേസിക് സാധനങ്ങളൊക്കെ അറിയാം. ക്ലച്ച്, മറ്റേ ഗിയർ, മറ്റേ ആക്സിലറേറ്റർ, ബ്രേക്ക് ഒക്കെ എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ വണ്ടി എടുത്ത് പഠിച്ചോളാം. മുറ്റത്ത് നമുക്ക് ഓടിക്കാം. അപ്പം ഗേറ്റ് തുറന്ന് കിടക്കാണ്. ഗേറ്റിലേക്ക് മെയിൻ റോഡാണ് ഗേറ്റ്. അപ്പം ഞാൻ ഇപ്പം ഇതാണ് വീടെങ്കിൽ ഇവിടെ വീട്, ഇവിടെ കാർ ഷെഡിന്റെ ഇവിടെ ഇങ്ങനെ ഫ്രണ്ട് ഫേസ് ചെയ്തിട്ടാണ് ഇൻഡിക്ക കാർ കിടക്കുന്നത്. ഫ്രണ്ടിൽ റോഡാണ്, മെയിൻ റോഡാണ്, ഗേറ്റ് തുറന്ന് കിടക്കണം. അപ്പം ഞാൻ എൻ്റെ ഉദ്ദേശം വണ്ടി എടുക്കുക, വളയ്ക്കുക, ഇങ്ങോട്ടേക്ക് പോവുക. കാരണം അവിടെ പറമ്പുണ്ടല്ലോ, അങ്ങോട്ടേക്കൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് പിന്നെ റിവേഴ്സ് എടുത്ത് നമുക്കൊന്ന് പഠിക്കാം. വളരെ സിമ്പിളാണ് ആഗ്രഹങ്ങൾ. ഞാൻ കയറിയിരുന്നപ്പോൾ എന്നെ പ്രോത്സാഹിപ്പിക്കാൻ ദീപും ദീപ്തിയും പുറകെ വന്നിരുന്നു. അവർ രണ്ടുപേരും കൂടെ ഭയങ്കര ബഹളം. അവരും പുറയിലുണ്ട്. എനിക്ക് ഭയങ്കര ഊർജ്ജം. നമ്മളെ കൊണ്ട് പറ്റാത്തൊരു കാര്യമില്ലല്ലോ. നമ്മളപ്പം വണ്ടി പഠിക്കാൻ അറിയത്തില്ല എനിക്ക്. എനിക്ക് ഫസ്റ്റ് ഇടാൻ അറിയാം, വണ്ടി മൂവ് ചെയ്യിപ്പിക്കാൻ അറിയാം. ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ഇട്ടു. എന്നിട്ട് ഓൺ ആക്കിയതും വണ്ടി അങ്ങ് പോയിട്ട് നേരെ മറ്റേ നടു റോഡിൽ പോയി അങ്ങ് നിന്ന്. ബ്രേക്ക് ഓട്ടാൻ അറിയാവുന്നതുകൊണ്ട് ഞാൻ ബ്രേക്ക് ഓട്ടി. റോഡ് കവർ ചെയ്ത് സംഭവം വണ്ടി അവിടെ നിൽക്കുക. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചേ, ഞാൻ ദീപും ദീപ്തിയും വണ്ടിയുടെ പുറകെ ഇരിപ്പുണ്ട്. അവരെ അവിടെ നിർത്തിയേച്ച് ഞാൻ വണ്ടി ഹാൻഡ് ബ്രേക്ക് വലിച്ചേച്ച് ഞാൻ വണ്ടി ഓഫാക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് ഓടി. വളരെ സിമ്പിളാണ്. ഇറങ്ങി ഞാൻ ഓടിച്ചെന്നിട്ട് പറഞ്ഞു, അച്ചച്ചി അമ്മച്ചി വണ്ടി വേണ്ട അവിടെ കിടക്കുന്നു, എന്തോ ചെയ്യും? പിള്ളേരെ അതിനകത്തായിപ്പോയെ, ദീപം തീറ്റി അതിനകത്തായിപ്പോയെ. അപ്പൊ അച്ചാച്ചി ഭയങ്കര പെട്ടെന്ന് നമ്മള് ചെയ്യത്തില്ലേ, അച്ചാച്ചി എടുത്ത് വണ്ടി ഓടിക്കരുത്, അതൊന്നും ചെയ്യരുതെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ അച്ചാച്ചി മാത്രമേ ഉള്ളൂ വീട്ടില്. അച്ചാച്ചി ഓടി പെട്ടെന്ന് വന്ന് അച്ചാച്ചി ഒരു മുണ്ട് മാത്രം എടുത്തോണ്ട് അവിടെ വീട്ടിൽ ഇരിക്കുക, ചുമ്മാ TV ഒക്കെ കണ്ടിങ്ങനെ ഇരിക്കുക. അപ്പൊ ഞാനിങ്ങനെ ചെന്ന് പറഞ്ഞു, അച്ചാച്ചി ഓടിപ്പോയി വണ്ടി സ്റ്റാർട്ടാക്കി റിവേഴ്സ് എടുത്ത് വണ്ടി കൊണ്ട് കാർ ഷെഡിൽ കൊണ്ടിട്ടു. എന്നിട്ടൊന്നും മിണ്ടാതെ അച്ചാച്ചി എന്ന് പറഞ്ഞോ, എനിക്ക് ഓർമ്മയില്ല. അച്ചാച്ചി അങ്ങ് പോയി. അപ്പൊ ഞാൻ അച്ചാച്ചിക്ക് അറിയാമായിരുന്നില്ല. ഇല്ലെങ്കിൽ ഞാനിപ്പോ എന്ത് ചെയ്തന്നെ, ആരെ വിളിച്ചാലേ എനിക്ക് ആരെ അറിയത്തുമില്ല അവിടെ.
അപ്പൊ അങ്ങനെ ഒരു ഭീകര സംഭവം അവിടെ നടന്നു. അതൊന്ന്. പിന്നെ അച്ചാച്ചിക്ക് 2 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ അച്ചാച്ചിക്ക് മറ്റേ ഷേവ് ചെയ്യാൻ അറിയാം, ഞാൻ പറഞ്ഞല്ലോ ഒപ്പിടാൻ അറിയാം. അച്ചാച്ചിയുടെ നോർമൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, കുളിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അച്ചാച്ചിക്ക് ഓർമ്മ വന്നു. 3 ദിവസം പക്ഷെ ബ്ലാങ്ക് ആയിരുന്നു. 3 ദിവസം മറ്റേ താടി മുടിയൊക്കെ വളർത്തി ആകെ ഒരു പ്രാകൃത അവസ്ഥയിലാണ് അച്ചാച്ചി ഇരുന്നത്. അങ്ങനെ ഒരു അച്ചാച്ചി നമ്മൾ കണ്ടിട്ടേ ഇല്ലായിരുന്നു. അപ്പം അങ്ങനെ അച്ചാച്ചി പയ്യെ ഒരു 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 താഴ്ചയിൽ പിന്നെ പൊങ്ങി വന്നു. അപ്പൊ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഹൈപ്പർ സെൻസിബിലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 100-ൽ ഒരു 1% എങ്ങാണ്ട് 10% എങ്ങാണ്ടാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത്. അതിൽ തന്നെ 1% ആൾക്കാരെ തിരിച്ച് ഇതുപോലെ നോർമൽ ലൈഫിലേക്ക് വരത്തുള്ളൂ. ബാക്കിയുള്ളവര് കോമ സ്റ്റേജിൽ കടന്നു പോകും. അതാണ് ഈ ഒരു അസുഖത്തിന്റെ ഒരു പ്രത്യേകത എന്നുള്ളതാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പൊ അത് വെച്ച് നോക്കുകയാണെങ്കിൽ അച്ചാച്ചി ഭയങ്കര വിൽ പവറാണ് അച്ചാച്ചിക്ക് തിരിച്ചു വരാനായിട്ട് പറ്റിയത്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചാച്ചിയുടെ സ്വഭാവം കംപ്ലീറ്റ് മാറി. മീൻ നമുക്കൊക്കെ ദേഷ്യം വരുന്ന ഒരു ഭയങ്കര വാശിയും ഭയങ്കര ദേഷ്യവും പിന്നെ പിടിവാശി എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റൂല. അപ്പൊ ഇപ്പൊ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ വരും. അതായത് നമ്മൾ പറയുന്നത് നിൽക്കൂല. പിന്നെ അച്ചാച്ചിക്ക് പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളായി അച്ചാച്ചി. അതായത് എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അച്ചാച്ചി പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. വണ്ടി ഓടിക്കല്ലേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അച്ചാച്ചി എനിക്കൊന്ന് തൊട്ട് അടുത്ത് കുറച്ചൊന്ന് ഇതായി സമയത്ത് തന്നെ അച്ചാച്ചി വണ്ടി എടുത്തുകൊണ്ട് ചങ്ങനാശ്ശേരി വരെ വണ്ടി ഓടിച്ചു പോയി. നമുക്കൊക്കെ പേടിയായിരുന്നു. അപ്പൊ അന്നോട്ട് പിന്നെ ഈ മരുന്നൊക്കെ ആണെങ്കിൽ അച്ചാച്ചി തന്നെ ഹാൻഡിൽ ചെയ്യുന്നത്. നമുക്ക് ഒരു മരുന്നെടുത്ത് കൊടുക്കാനോ അല്ലെങ്കിൽ ഇന്ന മരുന്നാണ് അച്ചാച്ചി മാറ്റ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. അച്ചാച്ചി ചില മരുന്ന് നോക്കിയിട്ട് ഇതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ മാറ്റിക്കളയും. അങ്ങനെയൊക്കെ ചെയ്ത് കളയും. പിന്നെ ചില മരുന്ന് ഇത് ഭയങ്കര റേറ്റ് ആണ്, മാറ്റിയേക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ മാറ്റിക്കളയും. അപ്പൊ നമുക്ക് ഒന്നും പറയാൻ പറ്റൂല. അങ്ങനെ പക്ഷെ കുറെ നാളത്തേക്ക് അച്ചാച്ചി കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ട് മരുന്നൊക്കെ കറക്റ്റായിട്ട് കഴിച്ചു, നടന്നു, സ്പീച്ചൊക്കെ ഇമ്പ്രൂവ് ആയി, പറയാനൊക്കെ പറ്റി. പിന്നെ പറയുന്നതെല്ലാം ഭയങ്കര ഡിഫറെന്റ് ആയിട്ടേ പറയത്തുള്ളൂ. ഇപ്പൊ തക്കാളി എന്ന് പറഞ്ഞ കടയിൽ പോയിട്ട് അതേ ഇങ്ങനെ ചുമന്ന ആ സാധനം അത് ഇങ്ങനെ ചൂണ്ടി കാണിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ കൈകൊണ്ട് കാണിക്കുക, അങ്ങനെയൊക്കെയാ പറയുന്നത്. പിന്നെ പണ്ടത്തെ സ്ഥലങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ മറ്റേ സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ മറ്റേ മന്ത്രിമാര് കൂടുന്ന സ്ഥലമില്ലേ, അതിന്റെ പുറകുവശം ഇല്ലേ, ഇങ്ങനെയൊക്കെയാ പറയുന്നത്. പിന്നെ അച്ചാച്ചിനെ പഴയ ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചാച്ചിക്ക് ഇഷ്ടമുണ്ടായിരുന്ന പണ്ടത്തെ ആക്ടിവിറ്റീസിലോട്ട് തിരിച്ചു കൊണ്ടുവരാം. അങ്ങനെ അച്ചാച്ചിനെ ആദ്യം നമ്മൾ കൊണ്ടുപോയത് എല്ലാ ദിവസവും പള്ളി കൊണ്ടുപോകണം. അപ്പൊ ഞാനാണ് ആദ്യം അച്ചാച്ചിനെ കൊണ്ട് പള്ളിയിലോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ പയ്യെ നടന്നു പോകുമായിരുന്നു ആദ്യം. പിന്നെ ബൈക്കിൽ പോയി. ബൈക്ക് ഓടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അച്ചാച്ചി കേട്ടൊന്നുമില്ല. അച്ചാച്ചി ബൈക്കിൽ തന്നെ പിന്നെ പോയി. പിന്നെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മെനക്കെടുപ്പ്, എല്ലാ ദിവസവും നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ അച്ചാച്ചി തന്നെ അത് രാവിലെ എണീറ്റ് അച്ചാച്ചിക്ക് പിന്നെ റൂട്ടീൻ അങ്ങ് സെറ്റായി. ഒരു ഗജനി സ്റ്റൈലായിരുന്നു. എല്ലാം എഴുതി വെക്കും. അതായത് ഇന്നിപ്പം എന്നാ ചെയ്യേണ്ടതെന്നുള്ളത് ഒരു പേപ്പർ എടുക്കും, 2ആയിട്ട് മടക്കും. അപ്പൊ 4 ഭാഗമായില്ലേ. ഒരു പ്ലെയിൻ പേപ്പർ എടുത്ത് 2ആയിട്ട് മടക്കി 4 ഭാഗമായില്ലേ. അതിലൊരു വശത്ത് ഇങ്ങനെ എഴുതി തുടങ്ങി, അടുത്ത വശത്ത് എഴുതി, അടുത്ത വശത്ത് എഴുതി, അങ്ങനെ എല്ലാ ദിവസത്തെയും കാര്യങ്ങൾ ഒരു ടു ഡു ലിസ്റ്റ് പോലെ ഉണ്ടാക്കി എഴുതി കാര്യങ്ങളൊക്കെ അവസാനം ഭയങ്കര ഓർമ്മയായി. അതായത് എനിക്കറിയാത്ത കാര്യം പോലെ അച്ചാച്ചി ഇങ്ങോട്ട് പറയാം, അത് അടുത്ത ദിവസമാണ് നിന്റെ വണ്ടിയുടെ ഇൻഷുറൻസ് തീരുന്നത്, ഇങ്ങനെ പറയാൻ തുടങ്ങി. അപ്പൊ ആള് കംപ്ലീറ്റ്ലി സംഭവമൊക്കെ ഓക്കെ ആയെങ്കിലും ആളുടെ ബിഹേവിയർ അങ്ങോട്ട് മാറിയിട്ട് നമ്മളൊന്നും പറഞ്ഞാൽ കേൾക്കൂല. പിന്നെ അച്ചാച്ചിക്ക് പ്രൂവ് ചെയ്യണം. അച്ചാച്ചിക്ക് ഇതൊക്കെ പറ്റുമെന്ന് പ്രൂവ് ചെയ്യേണ്ട ഒരു വാശിയും കൂടെ അച്ചാച്ചി കയറ്റിയത് കൊണ്ട് നമ്മൾ പറഞ്ഞതിനോടത്തൊന്നും അച്ചാച്ചി നിൽക്കാതെയായി. കണ്ടമുള്ള എല്ലാ പണിയും എടുത്തു. എല്ലാവരെയും അച്ചാച്ചിയോട് അധികം പണി എടുക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ അച്ചാച്ചി പിന്നെയും പോയി ഉള്ള പണിയെല്ലാം കൂടെ എടുത്ത് അത് നോക്കാൻ പറ്റാതെ ഈ സൂപ്പർവൈസറിന്റെ തലയെ കൊണ്ട് കൊടുത്ത് അവൻ പറ്റിച്ചോണ്ടും പോയി. അച്ചാച്ചി കടത്തിലുമായി. അതാണ് അവിടെ സംഭവിച്ചത്. അത് നമ്മൾ പിന്നെ പറയാം. ഇതിപ്പോ എത്രയായി? ഓക്കെ. അപ്പൊ ഇതിനിടയ്ക്ക് ഞാൻ പയ്യെ വർക്കിൽ ഒരു മാസത്തേക്ക് അച്ചാച്ചിയുടെ കൂടെ വർക്കിന്റെ കാര്യത്തിനൊക്കെ ആയിട്ട് പോയല്ലോ. അപ്പോഴാണ് ഈ കോൺട്രാക്ട് വർക്കിന്റെ ചെറിയ എരിവും പുളിയൊക്കെ എനിക്ക് മനസ്സിലായി തുടങ്ങുന്നത്. നമ്മൾ പോയിട്ട് നമ്മളിങ്ങനെ നോക്കി നിൽക്കും. അപ്പൊ നമ്മളോട് എഞ്ചിനീയേഴ്സ് ഒന്നും പറയത്തില്ല, കാരണം ഞാൻ ഇതിന്റെ ആരും അല്ലല്ലോ, അച്ചാച്ചിനെ സപ്പോർട്ട് ചെയ്യാൻ വന്നേക്കുന്നല്ലേ. അപ്പം സൂപ്പർവൈസറിനോടാ പറയുന്നത്. പുള്ളി ഉടനെ പൈസ ഇല്ലെന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ നോക്കും. അപ്പൊ നമ്മൾ എവിടുന്നെങ്കിലും ഒക്കെ ഒപ്പിക്കാനോ കടം മേടിക്കാനോ അല്ലെ സ്വർണ്ണം പണയം വെക്കാനോ പോകും. പിന്നെ ബില്ല് കിട്ടണമല്ലോ. ബില്ല് കിട്ടണമെങ്കിൽ കൈക്കൂലി കൊടുക്കണം. മനസ്സിലായില്ലേ? അതൊരു ഫാക്ടറായിരുന്നു ആ സമയത്ത്. അപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്, നമ്മള് ബില്ല് മേടിക്കാനായിട്ട് പോകുന്ന സമയത്ത് അന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് നോക്കി ഇതൊരു പ്രോസസ്സാണ് കേട്ടോ. അതായത് ഞാൻ ആ ഓഫീസും കാര്യങ്ങളൊന്നും പറയുന്നില്ല. അച്ചാച്ചി ഇങ്ങനെ പോകുന്നു. അപ്പൊ ഞാനിങ്ങനെ ആദ്യത്തെ തവണ ബില്ല് മാറാനായിട്ട് ഞാൻ പോയി എല്ലാ ഓഫീസേഴ്സിനെയും കണ്ടിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ഇത് എങ്ങനെയാ തരണ്ടേ, എന്തെങ്കിലും തരണോ, അങ്ങനെ എന്തോ ഞാൻ ചോദിച്ചു. എനിക്ക് അറിയത്തില്ലല്ലോ സംഭവം എന്താന്ന്. അപ്പൊ പറഞ്ഞു മോളൊന്നും നോക്കണ്ട, അതൊക്കെ അച്ചാച്ചി വന്നിട്ട് തന്നോളും, മോളിത് വാങ്ങിച്ചോണ്ട് പൊക്കോ എന്ന് പറഞ്ഞിട്ട് ഞാനത് കൊണ്ടുപോയി. പിന്നെ അച്ചാച്ചി ഓൺ ബിഹാഫ് ഓഫ് തോമസ് ജോൺ എന്ന് പറഞ്ഞ് ഞാൻ ഒപ്പിട്ട് വാങ്ങിക്കുമോ എന്തോ ചെയ്ത്, എന്നിട്ടാണ് ഞാനത് കൊണ്ടുപോയി മാറുവും പിന്നെ അതിൽ നിന്ന് പൈസ എടുത്ത് ബാക്കി പരിപാടികളൊക്കെ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് തൊട്ടടുത്ത പ്രാവശ്യം ബില്ല് മാറേണ്ട സമയത്ത് ഞാനാണ് അച്ചാച്ചിനെ കൊണ്ടുപോകുന്നത്. അപ്പൊ ഞാനിങ്ങനെ എല്ലായിടത്തും പോയിട്ട് ഞാൻ പുറത്തിരിക്കും, അച്ചാച്ചി അകത്ത് കയറും. അപ്പോൾ ഒരു
ഓരോരുത്തരുടെ മേശ ഇങ്ങനെ വലിപ്പിങ്ങനെ തുറന്നു വെച്ചേക്കും, അതിലോട്ട് വെക്കുക. ചിലരുടെ മേശപ്പുറത്ത് ഫയലായിരിക്കും, ആ ഫയലിന്റെ ഇടയിലോട്ട് വെക്കുക. ഇതൊക്കെയാണ് റൂൾസ് കേട്ടോ. അതൊക്കെ ചേച്ചിക്ക് ഓർമ്മയുണ്ടായിരുന്നു. അതുകൊണ്ട് ആ പരിപാടികളൊക്കെ ഇതല്ലാതെ നടക്കില്ല. കൈക്കൂലി കൊടുക്കാതെ നമുക്ക് അവിടുന്ന് ഒരു സാധനം ഇങ്ങോട്ട് കിട്ടത്തില്ല. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നടന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് അച്ചച്ചിക്ക് ഒന്നും പറയാൻ പറ്റാതായി കഴിഞ്ഞപ്പം ഞാൻ ഓഫീസിൽ നിന്ന് ഈ സമയത്തല്ല, ഇത് ഈ ഒരു മാസത്തെ ലീവാണ് ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നതിന്റെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ലീവ് എടുത്ത് അച്ചാച്ചിയുടെ ഓഫീസിൽ അച്ചാച്ചിയുടെ എഞ്ചിനീയേഴ്സിന്റെ മീറ്റിംഗിൽ പോകേണ്ട അവസ്ഥ വന്നു. ഞാനും അച്ചാച്ചിയും പോകുന്നു. അച്ചാച്ചിക്ക് വേണ്ടി ഞാൻ മറ്റേ വക്കീൽ പോലെ ആക്ട് ചെയ്യുന്നു. അപ്പോഴത്തേക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പൊ ഞാനിങ്ങനെ പറയുന്നുണ്ട് ഇവിടെ ഇങ്ങനെ. അപ്പൊ ഞാൻ ഓൾമോസ്റ്റ് ഒരുവിധപ്പെട്ട എല്ലാ ഈ പറഞ്ഞ വർക്ക് സൈറ്റിലും ഒക്കെ പോയി കഴിഞ്ഞു. അപ്പൊ എനിക്ക് അച്ചാച്ചി ഈ പറയുന്ന നമ്മൾ വീട്ടിൽ ഇരുന്ന് കേൾക്കുന്ന പോലെയല്ല, നേരിട്ട് പോയി കാണുമ്പോഴത്തേക്കും ഇങ്ങനെ ആ സംഭവം. അപ്പൊ എനിക്ക് കുറച്ചും കൂടെ ഇവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ എളുപ്പം. അച്ചാച്ചിക്ക് ഇത് പറയാൻ പറ്റുന്നില്ല. അപ്പൊ ഞാനത് പറഞ്ഞ് മനസ്സിലാക്കുന്ന അങ്ങനെ കുറേയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ അച്ചാച്ചിക്ക് ഈ പണി നിർത്തിക്കൂടെ, അപ്പൊ പണി നിർത്തിയിട്ട് എന്തോ ചെയ്യാനാന്നുള്ളതാണ് അച്ചാച്ചിയുടെ ചോദ്യം. കാരണം നമുക്കൊരു സ്വന്തമായിട്ടൊരു വീടില്ല, പിന്നെ ദീപും ദീപ്തിയൊന്നും എങ്ങും എത്തിയിട്ടില്ല. എന്റെ മാത്രമാണ് കല്യാണം കഴിഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് ഭയങ്കരമായിട്ട് അച്ചാച്ചിനെ സഹായിക്കാനോ കോൺട്രിബ്യൂട്ട് ചെയ്യാനൊന്നും പറ്റുന്നില്ല. നമുക്കൊരു ലിമിറ്റ് ഉണ്ടല്ലോ. അപ്പൊ അച്ചാച്ചി പറഞ്ഞു അതുകൊണ്ട് ഇപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് മുന്നോട്ട് പോകാനേ പറ്റത്തുള്ളൂ. കാരണം നമ്മുടെ കംപ്ലീറ്റ് പൈസയും ഞാൻ പറഞ്ഞല്ലോ, അച്ചാച്ചി ഒരു പൈസ പോലും നമ്മുടെ കൈ വെക്കാതെ കംപ്ലീറ്റ് പൈസ റിപ്പറ്റേറ്റീവ് ആയിട്ട് ഈ പണിയിലോട്ട് തന്നെ ഇടുക. അപ്പൊ ഈ പണി കിട്ടിയിട്ടാണ് അടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ഈ ഒരു സൈഡിൽ കടം മേടിച്ചിട്ടാണല്ലോ നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ ഈ കിട്ടുന്നിടത്ത് കടം കൊടുക്കുന്നു, കടം എടുത്ത് പിന്നെ ഇത് മേടിക്കുന്നു. ആ ഒരു റോളിങ് ഇങ്ങനെ പോകുന്നുള്ള അല്ലാതെ കാര്യങ്ങള് നമുക്കൊരു നീക്കുപോക്ക് അല്ലെങ്കിൽ ഒരു എന്താ നമുക്ക് ഇതൊന്നും എൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു എൻഡ് ഗെയിമിലേക്ക് നമ്മൾ എത്തുന്നില്ല, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ നമ്മൾ ആ വീട്ടിൽ അവിടെ പിന്നെ നമ്മൾ ഇങ്ങനെ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ഒക്കെ ആഘോഷിച്ചായിരുന്നു കേട്ടോ. അച്ചാച്ചിക്ക് അസുഖമൊക്കെ വന്നു കഴിഞ്ഞ് അച്ചാച്ചി പിന്നെയും ഭയങ്കര ആക്റ്റീവായി, പ്രയർ ഗ്രൂപ്പിലൊക്കെ ഭയങ്കര ആക്റ്റീവായി. അത് കഴിഞ്ഞ് അച്ചാച്ചിയുടെ വാശിയായിരുന്നു നമ്മുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി നടത്തണം, എൻ്റെയും ബിജുവിൻ്റെയും ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി. അന്നേരം എനിക്ക് തോന്നുന്നു ഞാൻ 3 months പ്രഗ്നന്റ് ആണ്. അതെ, അത് വേറൊരു കഥ, അതടുത്ത ദിവസം പറയാം. അതൊരു വലിയ ഭീകരമായ വേറൊരു കഥയാണ്. ഓക്കെ, അപ്പം ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി നടത്തുന്നു. അച്ചാച്ചി ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമ്മുടെ റിസപ്ഷൻ നടത്തിയ പോലെ തന്നെ ആ വലിയ ഹാളിൽ തന്നെ ഒത്തിരി കസേരയൊക്കെ ഇട്ട് നമ്മളെയൊക്കെ ഓഫീസിൽ നിന്ന് ഉച്ചയ്ക്ക്, ഞാനൊക്കെ ഓഫീസിൽ നിന്ന് ഉച്ചയ്ക്ക് എങ്ങാണ്ട് വരുവാണ്. കാരണം ഈ പരിപാടി അതോ അന്ന് ഞാൻ അന്ന് ഉച്ചയ്ക്കാണ് ഞാൻ വരുന്നത്. കാരണം വൈകിട്ട് 5 മണിക്ക് അച്ഛൻ വരുന്നു, പ്രയർ ഗ്രൂപ്പിലെ ആൾക്കാരൊക്കെ വരുന്നു. അവരെല്ലാം വിളിച്ചിട്ട് ഒരു ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ, കേക്കൊന്നും മുറിച്ചില്ലെന്ന് തോന്നുന്നു. പിന്നെ എല്ലാവർക്കും ഫുഡ് കൊടുക്കുന്നു. അങ്ങനത്തെ വലിയ ഗംഭീര പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് അപ്പൊ ദീപ്തി കാർ പഠിക്കാനായിട്ട് തുടങ്ങി. അപ്പൊ എനിക്ക് വാശിയായി. ഞാൻ പറഞ്ഞു എനിക്ക് കാർ പഠിക്കണം. അന്നേരം എനിക്ക് തോന്നുന്നു ഞാനും അന്നേരത്തേക്ക് അപ്പൊ ഞാൻ പ്രഗ്നന്റ് ആവുന്ന സമയത്ത് തന്നെ എനിക്ക് തോന്നുന്നു ബിജു പയ്യെ വേറെ ഓഫീസ് നോക്കുവോ, ബിജുവിന് വിപ്രോയിൽ എങ്ങാണ്ട് കിട്ടുമോ, അങ്ങനെ എങ്ങാണ്ട് അവസാനം എങ്ങാണ്ട് ആയപ്പോൾ എനിക്കൊന്ന് 6 months ഒക്കെ ആയപ്പോഴത്തേക്കും ബിജുവിന് വിപ്രോയിലേക്ക് മാറ്റം കിട്ടുമോ, അതായത് എറണാകുളത്തേക്ക് കിട്ടുമോ എന്തോ ചെയ്ത്, മാറ്റം കിട്ടുമല്ല, ബിജു തന്നെ അപ്ലൈ ചെയ്ത് പോയി. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് കാറിന്റെ അത്യാവശ്യമുണ്ട്. എനിക്ക് അച്ചാച്ചിനെ കൊണ്ട് ഇപ്പോൾ ഓഫീസിൽ അച്ചാച്ചിയുടെ എഞ്ചിനീയേഴ്സിന്റെ ഒക്കെ ഓഫീസിലോട്ടൊക്കെ പോകണമെങ്കിൽ എനിക്ക് കാറ് വേണം. എനിക്ക് കാർ ഓടിക്കാൻ പറ്റണം. അച്ചാച്ചിയുടെ കാർ എനിക്ക് ഓടിക്കാൻ പറ്റുന്നില്ല. അപ്പൊ എനിക്കിത് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ബിജു ആണ് എന്നെ കാർ പഠിപ്പിക്കുന്നത്. അപ്പം ബിജു ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്താണ് ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കുന്നതും ബിജു എന്നാൽ എന്നെ കാർ പഠിപ്പിച്ചേക്കാം എന്ന് പറയുന്നത്. അപ്പൊ ബിജു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഓഫീസിലേക്ക് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് ഞാൻ ആക്കി വെച്ചിട്ട് ഇരിക്കും. എന്നിട്ടാണ് നമ്മൾ രണ്ടുപേരും കൂടെ ഓഫീസിൽ പോകുന്നത്. അപ്പൊ ഓഫീസിൽ പോകുന്ന വഴിക്ക് എന്നെ ഓടിച്ച് പഠിപ്പിക്കുന്നത്, നമ്മൾ ഓഫീസിലേക്ക് പോകുന്ന വഴിയാണ് എനിക്ക് ട്രെയിനിങ് തരുന്നത്. അപ്പൊ ഞാൻ വണ്ടി ഓടിക്കുന്നു, ബിജു എൻ്റെ ആപ്പിൾ മൊത്തം തിന്ന് തീർക്കുന്നു. അതാണ് ഒരു റൂട്ടീൻ ഉണ്ടായിരുന്നത്. ഇവിടുന്ന് ഇറങ്ങും, ഞങ്ങൾ ഫുഡ് ഇവിടുന്ന് വീട്ടിൽ നിന്ന് കഴിക്കില്ല, നമ്മൾ ഫുഡ് പുറത്തുനിന്നേ കഴിക്കത്തുള്ളൂ. കാരണം രാവിലെ ഞങ്ങൾക്ക് 8 മണിക്കെങ്കിലും ഓഫീസിൽ എത്തണം, 8-8:30 മുന്നേ എത്തണം. അപ്പൊ നമ്മളൊരു 8 മണി 8 മണിയാകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. അന്നേരത്തേക്ക് അമ്മച്ചിക്ക് എല്ലാം കൂടെ റെഡിയാക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഫുഡ് പുറത്തുനിന്നാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ഞാനും ബിജുവും പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടുന്നാണല്ലോ ഇറങ്ങണ്ടേ. ഇവിടുന്ന് പിന്നെ 15 കിലോമീറ്റർ യാത്രയുണ്ടല്ലോ. ഈ 15 കിലോമീറ്റർ നമ്മളെ വണ്ടി ഓടിപ്പിച്ച് ബിജു പഠിപ്പിക്കും. അപ്പൊ ഞാൻ വണ്ടി ഓടിക്കും, ബിജു മറ്റേ നട്ട്സ് ഫ്രൂട്ട്സ് എല്ലാം കഴിക്കുന്നത്, ഞാൻ കഴിക്കാൻ വെച്ചേക്കുന്ന മൊത്തം ബിജു കഴിക്കും. അങ്ങനെ ഞങ്ങൾ വണ്ടി ഓടിക്കുന്നു, പഠിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ലൈസൻസിന്റെ ടെസ്റ്റ് വരുവാണ്. ലൈസൻസിന്റെ ടെസ്റ്റ് വരുന്ന അന്ന് കറക്റ്റ് ബിജുവിന് ഓഫീസിൽ പോയേ പറ്റൂ, അങ്ങനെ ലീവ് എടുക്കാൻ പറ്റൂല. അപ്പൊ പിന്നെ വേറെ ആരുമില്ല, അച്ചാച്ചിയേ ഉള്ളൂ. അപ്പൊ അച്ചാച്ചി കംപ്ലീറ്റ് ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് അന്നേരം അച്ചാച്ചി ഇങ്ങനെ അങ്ങ് സംസാരിക്കത്തൊന്നുമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ കംപ്ലീറ്റ് ഓക്കെ ഒന്നും ആയിട്ടില്ല. ആളിങ്ങനെ ഇച്ചിരി ഗ്ലൂമി ആയിട്ടിരിക്കുന്ന എന്നാ കാര്യങ്ങളൊക്കെ മനസ്സിലാവും, അത്രേ ഉള്ളൂ. അപ്പൊ അച്ചാച്ചി ഞാൻ അന്ന് രാവിലെ ഇങ്ങനെ ബിജുവിനും അത്യാവശ്യമായിട്ട് പോകണമെന്ന് പറഞ്ഞപ്പം
ഞാൻ പറഞ്ഞ് എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാം, പക്ഷെ ആരെങ്കിലും കൂടെ വേണമല്ലോ. കാരണം അന്ന് ഞാൻ 6 months പ്രഗ്നന്റ്. അപ്പം എൻ്റെ വയറൊക്കെ ഇങ്ങനെ തള്ളിയിരിക്കുവാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനൊന്ന് ഒറ്റയ്ക്ക് പൊയ്ക്കോളാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ബിജു പറഞ്ഞു അല്ല അച്ചാച്ചി വരും, അച്ചാച്ചി കൂടെ പോട്ടെ, അങ്ങനെ എന്തോ പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പോൾ അച്ചാച്ചി രാവിലെ എണീറ്റ് വലിയ അച്ഛൻ ഇവിടെ വെറുതെ ഇരിക്കുകയാണ്, കുളിച്ചിട്ട് പോലും ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞ സമയമായി അച്ചാച്ചി, നമുക്ക് പോകണം, ആദ്യമേ പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ചാച്ചി പെട്ടെന്ന് ഒരു ഷർട്ട് വിട്ട് ഒരു പാൻറ് വിട്ട് പെട്ടെന്ന് റെഡിയായി. അപ്പം ഞാൻ പറഞ്ഞ അച്ചാച്ചി കഴിക്കണ്ടേ. അങ്ങനെ അച്ചാച്ചിയുടെ ഷുഗറിന്റെ മരുന്നും ഒക്കെ കഴിച്ച് ഫുഡും കഴിച്ചു ഞങ്ങൾ ഇറങ്ങി. ഞാൻ ആ വണ്ടി ഓടിക്കുന്നത്, അച്ചാച്ചിക്ക് ഒന്നും ചെയ്യാനൊന്നും വയ്യ. അച്ചാച്ചി ആ ടൈമിലൊന്നും അച്ചാച്ചി വണ്ടി ഓടിച്ച് തുടങ്ങിയിട്ടില്ല കേട്ടോ. പക്ഷെ അതിന് മുന്നെയാണ് മറ്റേ ഇൻസിഡന്റ് നടക്കുന്നത്, മറ്റേ താഴെലോട്ട് വണ്ടി പോകുന്നതും അച്ചാച്ചി വണ്ടി റിവേഴ്സ് എടുക്കുന്നത്. അച്ചാച്ചിക്ക് വണ്ടി ഓടിക്കാൻ പറ്റും, പക്ഷെ അച്ചാച്ചി ചെയ്യുന്നില്ലായിരുന്നു. ആ സമയത്ത് ഞാൻ അച്ചാച്ചിയും കൂടെ പോകുന്നത്, ഞങ്ങളിവിടെ ശംഖുമുഖം ബീച്ചിന്റെ അവിടെയാണ് നമ്മുടെ ടെസ്റ്റ് വരുന്നത്, എനിക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നത്. ഇപ്പൊ അവിടെ എല്ലാം തോന്നുന്നു, ഇപ്പൊ അവിടെ പരിപാടിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ അവിടെ പോകുമ്പോഴത്തേക്കും നമ്മുടെ ആ ഏരിയ തന്നെ ഉള്ള ഒരു പുള്ളിയാണ് RTO മറ്റേ ഓഫീസർ ഇരിക്കുന്നത്. നമ്മുടെ ആ ഏരിയയിൽ ഉണ്ടായിരുന്നത് നമ്മളെയൊക്കെ കാണും, പക്ഷെ നമ്മൾ സംസാരിക്കത്തില്ല. അങ്ങനെ ഒരു പുള്ളിയാണ് അവിടെ ഇരുന്നത്. അപ്പൊ ഞാൻ ആദ്യം ചെന്നിട്ട് അച്ചാച്ചീനെയും കൊണ്ട് ഞാൻ കറക്റ്റായിട്ട് പോയി കാറെല്ലാം ഇടുന്ന സ്ഥലത്ത് ഞാൻ റിവേഴ്സ് എടുത്തിട്ട് കാർ അവിടെ കൊണ്ടിട്ടിട്ട് ഞാൻ എൻ്റെ പേപ്പറും കൊണ്ട് ചെല്ലുവാണ്. പേപ്പറും കൊണ്ട് ചെന്നപ്പോഴത്തേക്കും ഞാൻ വയറും വീർത്ത് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഒരു വലിയ ക്യൂ, പിള്ളേർ മറ്റേ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് വന്ന പിള്ളേർ ഒരു വലിയ ക്യൂ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഈ പുള്ളി എന്നെ ഇങ്ങനെ നോക്കിയിട്ട് ഓക്കെ എൻ്റെ പേപ്പർ മേടിച്ച് വെച്ചേച്ച് പറഞ്ഞ് ഒരു കാര്യം ചെയ്യ്, ആദ്യം അങ്ങ് എച്ചെടുത്തോളാൻ പറഞ്ഞു. അപ്പം ഞാൻ വെച്ചു ഭാഗ്യം, ഇതിൽ നിന്ന് അങ്ങ് രക്ഷപ്പെട്ടല്ലോ. അപ്പോൾ പുള്ളി പെട്ടെന്ന് തന്നെ അപ്പോൾ അച്ചാച്ചിയോട് ഇറങ്ങി നിൽക്കാൻ പറഞ്ഞു. അച്ചാച്ചി ഇറങ്ങി വെയിലത്ത് ഇങ്ങനെ കൈ കെട്ടി അവിടെ നിൽക്കുവാണ്. ഞാൻ പെട്ടെന്ന് പോയി എച്ചെടുക്കാനായിട്ട് എനിക്ക് 2 ദിവസം മുന്നേ ബിജു, അതായത് ഞാൻ വണ്ടി സാധാരണ ഓടിക്കുന്നുണ്ടെങ്കിൽ എച്ചെടുക്കുന്ന പ്രാക്ടീസ് ഒന്നും നമ്മൾ ഡ്രൈവിംഗ് സ്കൂൾ വഴി അല്ലല്ലോ പോകുന്നത്. പക്ഷെ ബിജു എനിക്ക് 2 ദിവസം മുന്നേ അവിടെ കൊണ്ട് ചെന്നിട്ട് അവിടെ ഇങ്ങനെ വെച്ചേക്കുന്ന കമ്പിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു തന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ റിവേഴ്സ് വരുമ്പോഴത്തേക്ക് ഇവിടെ ഈ കമ്പിയുടെ ഈ ഭാഗം എത്തുമ്പോഴത്തേക്ക് ഇങ്ങനെ വളയ്ക്കണം. അങ്ങനെ 2-3 തവണ എച്ചെടുത്ത ഒരു പരിചയമുണ്ട്. അത് വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് എച്ചെടുത്തു. എച്ചിനൊന്നും പ്രശ്നമൊന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെയും അച്ചാച്ചിനെ വണ്ടിക്കകത്ത് കയറ്റി ഇരുത്തി, AC ഒക്കെ ഇരുത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ അടുത്ത ആൾ വന്നിട്ട് റോഡ് ടെസ്റ്റ്. അപ്പോൾ റോഡ് ടെസ്റ്റിനും കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് ഫസ്റ്റ് തന്നെ വന്ന് കാര്യങ്ങളും കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചു പോയി കേട്ടോ. പെട്ടെന്ന് കാര്യങ്ങളെല്ലാം റെഡിയായി. അത് എൻ്റെ വയറ് കാരണമാണ് എന്നെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി വിട്ടത്. കാരണം എവിടെങ്ങാനും നിന്ന് പ്രസവിച്ചാലോ ആ ഒരു അവസ്ഥയിൽ അവിടുന്ന് അന്ന് 6 months ആയിരുന്നു. 6 months നല്ല വയറുണ്ടായിരുന്നു എന്തായാലും. അപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടന്ന് ലൈസൻസും ഒക്കെ സെറ്റായി. ബിജു വന്നാൽ പോലും ഇത്ര പെട്ടെന്ന് നടക്കുമല്ലായിരുന്നു. കാരണം ബിജു ആയിരിക്കുമല്ലോ എനിക്ക് വേണ്ടി പേപ്പർ കൊണ്ട് പോകുന്നത്. ഇപ്പം അച്ചാച്ചിക്കൊന്നും ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് അച്ചാച്ചി ഒരാളായിട്ട് സൈഡിൽ നിന്നതേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ചോദിച്ചു അച്ചാച്ചിക്ക് എന്താ പറ്റിയ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അങ്ങനെ സംസാരിച്ച് ആണ് പിരിഞ്ഞത്. പക്ഷെ അങ്ങനെ വേറെ ഫേവറൊന്നും ഇല്ല. എനിക്ക് ആദ്യം ഫസ്റ്റ് തന്നെ തന്നു. അപ്പം അവിടെ ഇങ്ങനെ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് വന്നവരൊക്കെ ഇങ്ങനെ കുശൂഷിക്കുന്നുണ്ടായിരുന്നു. അതെന്തോന്നാണ് ഈ അവസാനം വന്നിട്ട് ഇപ്പം ആദ്യം കയറ്റുന്നു എന്ന് പറഞ്ഞിട്ട് ഇച്ചിരി പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഫൈൻ, എല്ലാം ഓക്കെ ആയിരുന്നു. അപ്പം എന്നോട് ചോദിച്ചു ഇങ്ങനെ ഓടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. വണ്ടി ഓടിക്കാറുണ്ടോ? ഞാൻ പറഞ്ഞു സ്ഥിരമായിട്ട് ഓടിക്കുന്ന എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ എനിക്ക് എനിക്ക് പിന്നെ അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല എന്തൊക്കെയാണ് ഇതിനകത്ത് പറയേണ്ടത് എന്നുള്ളത്. പിന്നെ എനിക്ക് ഓർമ്മയുള്ളത് അച്ചാച്ചി ഇങ്ങനെ വയ്യാതെ കിടക്കുന്ന സമയത്ത് ഞാൻ പോയിട്ടൊരു മൊബൈൽ എടുത്തു. എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞോളൂ. എനിക്ക് അന്നേരം എന്തോ ഓഫറോ എന്താ കണ്ട് ഞാനിങ്ങനെ അവിടെ പത്രമൊക്കെ വായിച്ച് ഇങ്ങനെ അച്ചാച്ചിയുടെ കൂടെ ഇങ്ങനെ സൈഡിൽ വെറുതെ ഇരിക്കുവാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ നോക്കുമ്പം എന്തോ ഒരു ഓഫറോ അങ്ങനെ ഞാൻ തന്നെ ഓടിപ്പോയി പിന്നെ വേറെ നോക്കിയയുടെ ഒരു ഫോൺ, അതിൽ ഫോട്ടോ എടുക്കാം. പിന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വഴിക്കും അച്ചാച്ചിക്ക് മറ്റേ ട്രിപ്പൊക്കെ ഇട്ടത് കയ്യിലൊക്കെ ട്രിപ്പിട്ട് കൈയൊക്കെ നീര് വെച്ച് കഴിഞ്ഞപ്പം ഇവിടുന്ന് ട്രിപ്പിട്ട് അതെല്ലാം കഴിഞ്ഞപ്പോൾ കാലിൻ്റെ അവിടുന്ന് ട്രിപ്പിടാന്നാണ്. ഡ്രിപ്പെന്നല്ലേ പറയുന്നത്, ഡ്രിപ്പല്ലേ അതന്നെ. മറ്റേ കുത്തി വെച്ചിട്ട് മറ്റേ മരുന്ന് വരുന്ന സാധനം അത് കാലയിലൊക്കെ ഇടുമായിരുന്നു. അപ്പൊ അതിൻ്റെയൊക്കെ ഇങ്ങനെ ഫോട്ടോ ഇങ്ങനെ ഓരോന്നിൻ്റെയൊക്കെ ഫോട്ടോ എടുത്ത് വെക്കുന്നൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ആദ്യം നമുക്കൊരു പേവാർഡ് കിട്ടിയത് ഒരു കുഞ്ഞൊരു മുറിയായിരുന്നു. അപ്പം നമ്മൾ ക്രിസ്മസിന്റെ സമയത്തൊക്കെ ഞാനും അച്ചാച്ചിയും ബിജുവും കൂടെ അതിരാവിലെ എണീറ്റിട്ട് ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുവാണ്. ഓക്കെ, ഇന്ന് പള്ളി പോകേണ്ട ദിവസമായിരുന്നു, അപ്പം നമുക്ക് പള്ളിയിലൊന്നും പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ചുറ്റും കൂടി ഇരുന്ന് സംസാരിക്കുവാണ്. പിന്നെ ആ ടൈമിൽ അമ്മച്ചി ഫുഡ് അതിനുശേഷമാണ്, അതായത് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് അമ്മച്ചിയും ദീപും ഒക്കെ വന്ന് വീട്ടിൽ നിന്ന് ഫുഡും ഒക്കെ ആയിട്ട് വന്ന് നമ്മൾ അങ്ങനെ ഒരു ഇതിലേക്കൊക്കെ വരുന്നത്. അമ്മച്ചി ശരിക്കും പറഞ്ഞാൽ അച്ചാച്ചി മൊത്തം ബോധം പോയിട്ടുള്ള ഒരു അവസ്ഥ അമ്മച്ചി കണ്ടിട്ടില്ല. പിന്നെയാണ് പയ്യാണ് നമ്മൾ പിന്നെ അതൊരു എല്ലാ ദിവസവും അപ്പൊ ദീപ്തിയും വണ്ടി പഠിച്ച് വരുന്നേ ഉള്ളൂ, 2 വീലർ പഠിച്ച് വരുന്നേ ഉള്ളൂ അച്ചാച്ചി ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത്. അപ്പൊ പിന്നെ അവളാണെന്ന് തോന്നുന്നു, അവളും അമ്മച്ചിയും കൂടെയാണ് ഫുഡും കൊണ്ട് വരുന്നത്. അവർ വന്നു കഴിഞ്ഞ് ഇവിടെ നിന്ന് കഴിയുമ്പോൾ പിന്നെ നമ്മൾ പോകും. അങ്ങനെ ഒരു ബാക്കപ്പ്
ബാക്കപ്പ് അല്ലല്ലോ, ഒരു സൈക്കിൾ രീതിയിലാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. പിന്നെ അമ്മച്ചിക്ക് വീട്ടിൽ നിൽക്കാതിരിക്കാൻ പറ്റില്ല, കാരണം പിള്ളേർ സ്കൂളിൽ പോകുന്നതുകൊണ്ട് അവർക്ക് ഫുഡ് കൊടുത്തു വിടുക കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പം കൂടുതലും നമ്മളൊക്കെ തന്നെയാണ് നിന്നുകൊണ്ടിരുന്നത്. എന്തായാലും ആദ്യത്തെ ഒരു 2-3 ആഴ്ച നമ്മൾ ലീവ് എടുത്ത് നിന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത 1 മാസത്തേക്ക് ഞാൻ ലീവ് എടുത്തു. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് സമാധാനമായിട്ട് നമ്മൾ ഓഫീസിൽ പോകുന്നത്. പക്ഷെ ഓഫീസിൽ പോയിട്ടും ഇടയ്ക്കിടയ്ക്ക് അച്ചാച്ചി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവരെ വിളിക്കണം, ഇവിടുത്തെ പ്രശ്നം, അവിടെ എന്തെങ്കിലും പ്രശ്നം, അല്ലെങ്കിൽ പിന്നെ പൈസ ഇല്ല, അങ്ങനെയുള്ള ഓരോ പ്രശ്നം. പിന്നെ നമ്മൾ കംപ്ലീറ്റ്ലി ഇതുപോലത്തെ പരിപാടികളിലോട്ട് അങ്ങ് ഇൻവോൾവ് ആയി. അതായത് അച്ചാച്ചിയുടെ ജോലി എന്ന് പറയുമ്പോൾ നമ്മുടെ കൂടെ ഇതിന്റെ ഒരു ഭാഗമായി. ആൾക്കാരെ വിളിക്കുന്നു, അവിടെ വിളിക്കുന്നു, ഇവിടെ വിളിക്കുന്നു, ഏത് നേരം വിളിയും പറച്ചിലും, അങ്ങനെ നമുക്ക് തന്നെ ഒരു പ്രാന്ത് പിടിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ അച്ചാച്ചിക്ക് ഇതുപോലത്തെ ഒരു അസുഖം വന്നില്ലെങ്കിലേ ഉള്ളൂ. അതുപോലത്തെ നമുക്ക് തന്നെ ടെൻഷനായി പോകും, ഇത് എവിടെ പോയി അവസാനിക്കും എന്നുള്ളൊരു അവസ്ഥയിലാണ് ആ പണി പൊക്കോണ്ടിരുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് കഴിഞ്ഞപ്പോഴല്ല, അവിടെ വെച്ചാണ് ഇപ്പം എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി പറഞ്ഞല്ലോ, ഈ ഫസ്റ്റ് പ്രഗ്നൻസി അബോർട്ട് ചെയ്യണം എന്ന് ഡോക്ടർ പറയുന്നത് അവിടെ വെച്ചാണ്. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പറയാനുള്ള സമയമുണ്ടോ? ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അന്നേരം റുബല്ല വരുവാണ്. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. എനിക്ക് ഈ വീഡിയോ എനിക്കിത് എങ്ങനെ പറയണം, അച്ചാച്ചിയുടെ ഈ അസുഖമൊക്കെ എങ്ങനെ പറയണം, അല്ല പറഞ്ഞു തുടങ്ങണം, അതേ രീതി ഞാൻ പറഞ്ഞോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. കാരണം ഭയങ്കര ഇപ്പം ഓർക്കുമ്പം ഇതൊക്കെ കുഴപ്പമില്ല എന്ന് തോന്നിയെങ്കിലും അന്നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് ഈ നിക്കക്കള്ളി ഇല്ലാതെ ഓടുക, അല്ലെങ്കിൽ എന്ത് ചെയ്യും എന്നറിയാത്തൊരവസ്ഥയിലേ. കാരണം നമുക്കൊരു സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഒന്ന് ബിജു ഉണ്ട്, പിന്നെ കസിൻ ബ്രദർ ഉണ്ട്, പിന്നെ അമ്മച്ചിയും ദീപ്തിയും ഒന്നും നമ്മൾ ആ റഡാറിൽ വരുന്നില്ല, ആ സപ്പോർട്ട് സിസ്റ്റത്തിന്റെ റഡാറിൽ നമുക്ക് അന്നേരം വരുന്നില്ല. ഇവർക്കൊക്കെ അത് ഏത് പെർസ്പെക്റ്റീവിലാണ് ഇവരിത് കണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അന്നേരം നമ്മൾ കംപ്ലീറ്റ് ഇന്നായി. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു ക്രിസ്മസ് ആണ് വരുന്നത്. അതായത് ഏപ്രിലിൽ കല്യാണം നടക്കുന്നു. മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഒരു 8 മാസം ആണ് നമ്മൾ എന്നിട്ട് എവിടെയും അങ്ങനെ കല്യാണം കഴിഞ്ഞ എവിടെയോ ടൂറോ അങ്ങനെ ഒന്നും പോയിട്ടൊന്നുമില്ല. പക്ഷെ പിന്നെ കംപ്ലീറ്റ്ലി നമ്മൾ അവിടുന്ന് തന്നെ നമ്മുടെ ഒരു ലൈഫ് എന്നുള്ള മട്ടിൽ ആണ് ഞാൻ, അല്ലെങ്കിൽ നമ്മൾ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അവിടുന്ന് കെട്ടും കിടക്കയായിട്ട് നമ്മൾ കഴക്കൂട്ടത്ത് പോകുന്നെങ്കിലും ഒരു 2-3 മാസത്തിനകത്ത് തന്നെ നമ്മൾ തിരിച്ചു വരികയാണ് പിന്നെയും ബാക്ക് ടു നോർമൽ. അതായത് നമ്മുടെ കംപ്ലീറ്റ് ഇങ്ങനെ വീട്ടിന്റെ കാര്യങ്ങളായി കംപ്ലീറ്റ്. പിന്നെ നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഞാനിങ്ങനെ ഇപ്പൊ നാട്ടിൽ പോകണമെങ്കിലും ഒക്കെ, ഇപ്പൊ വിജുവിൻ്റെ കൂടെ ചങ്ങനാശ്ശേരി പോകണമെങ്കിൽ ഞാനിങ്ങനെ ആലോചിക്കാം. അപ്പൊ അതിനിടയ്ക്ക് വിജുവിന്റെ ഫ്രണ്ടിന്റെ കല്യാണം കണ്ടോ, അന്നേരം എനിക്ക് പോകാനായിട്ടൊരു ധൈര്യക്കുറവ്. അതായത് ഞാൻ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒന്നും നടക്കൂല, ഇവിടുത്തെ കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങളൊന്നും നടക്കൂല എന്നുള്ളൊരു ചിന്തയൊക്കെ കയറി വന്നിട്ട് ഞാൻ കംപ്ലീറ്റ്ലി നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ തന്നെ ഇങ്ങനെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. പക്ഷെ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോൾ, അതായത് ഈ ഒരു അടുത്ത കാലത്ത് എൻ്റെ പിള്ളേരും ഒക്കെ വലുതായി കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പം എനിക്ക് ഈ ഒരു ഫാമിലിയിൽ നിന്ന് അങ്ങോട്ട് എന്നെ പറിച്ചു മാറ്റാൻ പറ്റുന്നില്ല. അത് എൻ്റെ ലൈഫിൽ എനിക്ക് ഒത്തിരി സ്ട്രെസ്സും ഒത്തിരി പ്രഷറും, അതെനിക്ക് അറിഞ്ഞൂടെ എങ്ങനെ പറയണമെന്ന്. അതെനിക്ക് ഭയങ്കര പ്രയാസമായി എന്ന് വേണം പറയാൻ പിന്നീട്. കാരണം എനിക്ക് എപ്പോഴും ഒരു ആൻസൈറ്റിയാണ്. ഓക്കെ, ഞാനില്ലെങ്കിൽ ഇവരുടെ കാര്യം നടക്കുന്നത്. കാരണം ഞാൻ അന്ന് ആലോചിക്കുന്നത് അച്ചാച്ചി ഇല്ലെങ്കിൽ നമ്മളില്ല, അപ്പൊ അച്ചാച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ, അങ്ങനത്തെ ഒരു ടെൻഷൻ. അത് പയ്യെ എനിക്കും, അതായത് ഞാനില്ലെങ്കിൽ പിന്നെ ഒന്നും ഇല്ല എന്നുള്ളത്. ശരിക്കും ഞാനില്ലെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷെ നമുക്ക് ആ ടെൻഷൻ കയറിയിട്ട് നമ്മൾ കംപ്ലീറ്റ്ലി ആ ഒരു എൻജോയ്മെന്റിലോട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവത്തിൽ നിന്ന് മാറിയിട്ട് നമുക്ക് ഭയങ്കര സ്ട്രെസ്സും നമുക്കൊരു പേടിയാണ്. ഇനി എന്ത് സംഭവിക്കും, അച്ചാച്ചിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ ഇനിയിപ്പോൾ ഇവരുടെ കാര്യമൊക്കെ എങ്ങനെയാണ്. അന്നേരമൊക്കെ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. ഈ ദീപും ദീപ്തിയൊക്കെ എങ്ങനെ സർവൈവ് ചെയ്യും, ഇവരുടെ പഠിത്തമൊക്കെ എങ്ങനെ. അവരൊക്കെ ഓൾമോസ്റ്റ് ഒരുവിധം ഒക്കെ ആയിരുന്നു. ദീപ്തിക്ക് ആ സമയത്ത് അച്ചാച്ചിക്ക് വയ്യാണ്ടായി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവൾക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റ് ഒക്കെ ആയി. അവൾ TCSൽ അവൾക്ക് കിട്ടുകയൊക്കെ ചെയ്തു. അതൊക്കെ ഓക്കെയാണ്. പക്ഷെ അന്നേരം നമ്മൾ ഇപ്പോഴും അവളെയൊക്കെ ഇപ്പോഴും എൻ്റെ ഫ്രണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അവള് എൻ്റെ മറ്റേ പിള്ളേരുടെ കണക്ക്, എൻ്റെ കൊച്ചുങ്ങളെ പോലെയാണ് ഞാൻ അവരെ ട്രീറ്റ് ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ അല്ലാതെ ചിന്തിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ആ ഒരു മോഡ് ഓൺ ആയത് ആ സമയത്താണ്. അച്ചാച്ചിക്ക് വയ്യാതായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ കംപ്ലീറ്റ് എൻ്റെ ഉത്തരവാദിത്വമായി എൻ്റെ വീടെന്ന്. ഞാൻ ഭയങ്കരമായിട്ട് ഒന്നും ചെയ്തെന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ റെസ്പോൺസിബിളായി. ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ അറിയാതെ ഒരു കാര്യം നടക്കത്തില്ല, ഞാൻ അറിയാതൊരു കാര്യം നടന്നാലും പ്രശ്നമാണ്. ഇവർക്ക് സമാധാനം ഞാൻ കൊടുക്കില്ല. എന്നോട് പറയാം നിങ്ങൾ എന്തിനു ചെയ്തെന്ന് ചോദിച്ചാൽ ഞാൻ ചാടാൻ തുടങ്ങും. അതുപോലെ അച്ചാച്ചിയുടെ കാര്യങ്ങളാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് കാര്യങ്ങൾ അപ്പം എനിക്ക് അറിയണം. പിന്നെ ഞാനൊരു ഒരു ഹിറ്റ്ലർ ആയോ എന്ന് എനിക്ക് സംശയമില്ലാതില്ല. ആ ഹിറ്റ്ലർ ആയെങ്കിൽ അതേപോലെ തന്നെ അത്രയും ടെൻഷനും നമ്മുടെ ലൈഫിലേക്ക് കയറി വരുന്നുണ്ട്. നമുക്ക് ഒരു സ്ട്രെസ് ഇങ്ങനെ പയ്യെ ബിൽഡപ്പായി വരുവാണ്. അപ്പൊ നമ്മൾ ഇപ്പം ഈ ഒത്തിരി ഈ വീട്ടിലെയൊക്കെ കാരണവന്മാരൊക്കെ ഏത് നേരവും
എന്താ എപ്പോഴും ഇങ്ങനെ ഒരു ഇതിൽ ആ ഒരു അവസ്ഥയിലേക്ക് മനസ്സിലാവുന്നുണ്ടോ? അതുപോലായി ഇപ്പോഴും ഞാൻ ആ മോഡ് തന്നെയാണ്. ആ മോഡ് എൻ്റെ ഇതില്ലെങ്കിൽ ഇവിടെ ഒന്നും നടക്കൂല എന്നുള്ള മട്ടിലാണ് എൻ്റെ ഒരു അവസ്ഥ. പക്ഷേ അതിൽ നിന്നൊന്ന് ബ്രേക്ക് ആവാനുള്ള ശ്രമത്തിലാണ് ഞാൻ ഇപ്പം. ശരിക്കും ഭയങ്കര ടെൻഷനാണത്, ഭയങ്കര പ്രഷറാണത്. നമ്മൾ ഒന്ന് ചുമ്മാ നമുക്ക് പെട്ടെന്ന് വയ്യാതാകുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ നമ്മളില്ലെങ്കിൽ ഇവിടെ എങ്ങനെ നടക്കും, അയ്യോ ഞാനില്ലെങ്കിൽ എൻ്റെ പിള്ളേരെങ്ങനെ സ്കൂളിൽ പോകും, ഇവർക്ക് രാവിലെ ഫുഡ് ആരുണ്ടാക്കി കൊടുക്കും. അതുപോലെയാണ് അയ്യോ ഞാനും കൂടി ഇല്ലെങ്കിൽ ഇവരുടെയൊക്കെ കാര്യം എന്താവും. പക്ഷെ അവരുടെയൊക്കെ കാര്യം നടന്നു പോവായിരുന്നു. ഞാൻ അനാവശ്യമായിട്ട് ടെൻഷൻ അടിച്ചാണ്. പക്ഷെ ഞാൻ എല്ലാ കാര്യത്തിനും അച്ചാച്ചിക്ക് ഇങ്ങനെ പുറകെ ഓടി 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 അവസാനം ഞാൻ പൊട്ടിത്തെറിക്കുകയുണ്ടായി. ആ സമയത്തൊന്നുമല്ല, കുറേ കഴിഞ്ഞിട്ട് പിള്ളേരൊക്കെ വലുതായി നമ്മൾ നമ്മുടെ ഈ വീടൊക്കെ വെച്ച് ഇങ്ങോട്ട് മാറിയതിന് ശേഷം ഞാൻ മടുക്കാൻ തുടങ്ങി. എനിക്ക് ആ ഒരു പ്രോസസ്സ് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം ഞാൻ ഭയങ്കരമായിട്ട് അന്നേരമാണ് ഫൈബ്രോമൈൽജിയം എല്ലാം പീക്കിലെത്തുന്നത്. ആ സമയത്ത് എനിക്ക് ഓട്ടം മതിയായി, എനിക്ക് ഓടാൻ പറ്റുന്നില്ല. എൻ്റെ വീടിന് വേണ്ടിയിട്ട് ഓടാൻ പറ്റുന്നില്ല, എൻ്റെ വീടിന് വേണ്ടിയിട്ട് എനിക്ക് സ്ട്രെസ് എടുക്കാൻ പറ്റുന്നില്ല, എനിക്ക് ചിന്തിക്കേണ്ട, എന്നെ ഒന്ന് നിങ്ങൾ വെറുതെ വിടുവോ എന്നുള്ളൊരവസ്ഥയിലോട്ടൊക്കെ ആയിരുന്നു ഞാൻ പോയത്. അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നീട് പറയാം. അടുത്ത ഇതിൽ ഞാൻ അന്നയുടെ സ്റ്റോറി പറയാം.